Hello everyone, hope you're all having a really good day. Myself Tanuja. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലാൻ കിങ്ഡം എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരുന്നു അല്ലേ. +1 മൂന്നാമത്തെ ചാപ്റ്ററാണ് പ്ലാൻ കിങ്ഡം എന്ന് പറയുന്നത്. അപ്പോൾ പ്ലാൻ കിങ്ഡം എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ കുറച്ച് ഭാഗങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തു. ഏതൊക്കെയാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തത്? നമ്മൾ സിസ്റ്റംസ് ഓഫ് ക്ലാസിഫിക്കേഷൻ പറഞ്ഞു അല്ലേ. സിസ്റ്റംസ് ഓഫ് ക്ലാസിഫിക്കേഷൻ, നാച്ചുറൽ, ആർട്ടിഫിഷ്യൽ, ഫൈലോജനറ്റിക് എന്നൊക്കെ പറഞ്ഞ് സിസ്റ്റംസ് ഓഫ് ക്ലാസിഫിക്കേഷൻ നമ്മൾ പറഞ്ഞു. അതിനുശേഷം നമ്മൾ ആൽഗെ, ബ്രയോഫൈറ്റ്, ടെറിഡോഫൈറ്റ്, ജിംനോസ്പേം, ആൻജിയോസ്പേം അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞില്ലേ. അതിൽ തന്നെ ആൽഗെ നമ്മൾ എന്ത് ചെയ്തു? കംപ്ലീറ്റ് ചെയ്തു അല്ലേ. ആൽഗേനെ പറ്റി നമ്മൾ സംസാരിച്ചു, ആൽഗേൻ്റെ ക്യാരക്ടേഴ്സും ഫീച്ചേഴ്സും ഒക്കെ സംസാരിച്ചു. പക്ഷേ ആൽഗേൻ്റെ ക്ലാസിഫിക്കേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. നിങ്ങൾക്ക് ഞാനൊരു ടേബിൾ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ആ ടേബിൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞ വീഡിയോനകത്ത് കവർ ചെയ്തിട്ടുള്ള ടേബിളാണ് അല്ലേ. നിങ്ങൾ കഴിഞ്ഞ വീഡിയോനകത്ത് കണ്ടുവന്നിട്ടുള്ളവരായിരിക്കും. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്. ഞാൻ പറഞ്ഞു ഈ ടേബിൾ നിങ്ങൾ വൃത്തിക്ക് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് വരുന്ന എല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഈ ആൽഗേൻ്റെ ക്ലാസിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഒരു റെപ്പിറ്റേഷൻ ആയിട്ട് തോന്നുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബിക്കോസ് ലിറ്ററലി ഇതിനകത്തുള്ള കാര്യങ്ങൾ തന്നെയാണ് അവിടെയും പറയുന്നത്. ഓക്കെ, പ്രത്യേകിച്ച് കൂടുതൽ കുറച്ച് പോയിന്റ്സ് ഉണ്ട്, അത് നമുക്ക് പഠിച്ചു പോവാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്കുള്ള ക്ലാസ് ഏതായിരുന്നു? ആൽഗേനകത്ത് നമ്മൾ കണ്ടിരുന്ന ക്ലാസ് ഏതായിരുന്നു? ക്ലോറോഫൈസിയെ ഓർമ്മയില്ലേ? ഫൈസിയെ എന്ന് വിളിച്ചു, ക്ലോറോഫൈസിയെ എന്ന് വിളിച്ചു, എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ലേ. അപ്പോൾ ക്ലോറോഫൈസിനെ പറ്റി ഒരുപാട് പോയിന്റ്സ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. അതിൻ്റെ കോമൺ നെയിം അറിയാം, അതിൻ്റെ ഫ്ലജല്ല പൊസിഷൻ അറിയാം, അതിൻ്റെ ഫുഡ് എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നത്, സെൽ വാൾ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, അത് എവിടെയാണ്, അതിൻ്റെ ഹാബിറ്റാറ്റ് എന്താണ്, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം അല്ലേ. ഇതൊക്കെ തന്നെയാണോ നമുക്ക് പഠിക്കാനുള്ളത്? നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാലോ. അപ്പോൾ നിങ്ങൾ 3.1.1 എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ NCERT ടെക്സ്റ്റ് ബുക്കിലുള്ള സെക്ഷനാണ് കേട്ടോ ക്ലോറോഫൈസി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഓൾറെഡി അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിലൊക്കെ പറയുന്നത്. ഗ്രീൻ ആൽഗെ എന്നാണ് വിളിക്കുക. ഓഫ് കോഴ്സ് പച്ച കളറാണ്. പിന്നെ പച്ച കളറുള്ള ആൽഗേനെ ഗ്രീൻ ആൽഗെ എന്നല്ലാണ്ട് വേറെ എന്തെങ്കിലും വിളിക്കാൻ പറ്റുമോ? ഇല്ല. ഇനി നമ്മൾ താലസിൻ്റെ കാര്യം പറയുകയാണ്. ഞാൻ പറഞ്ഞു താലസ് എന്നുള്ള ടേം ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് പറയുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. താലസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ആൽഗേൻ്റെ ബോഡി അല്ല, ആൽഗേൻ്റെ പ്ലാൻ ബോഡിനാണ് നമ്മൾ എന്ത് പറയുന്നത്? താലസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കേസിൽ ക്ലോറോഫൈസി സിമ്പിൾ അല്ലേ, ആദ്യത്തെ ആളല്ലേ. ആദ്യത്തെ ആളെന്ന് പറയുമ്പോൾ സിമ്പിൾ ആയിരിക്കുമല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെന്താണ്? യൂണിസെല്ലുലാർ ആണ്. യൂണിസെല്ലുലാർ ഒറ്റ സെല്ലേ ഉള്ളൂ, യൂണിസെല്ലുലാർ ആണ്. അതേപോലെ എന്താ എല്ലാം യൂണിസെല്ലുലാർ ആയിക്കോളുന്നുണ്ടോ? ഇല്ല. ചില കേസിൽ എന്താണ്? കൊളോണിയലാണ്. എക്സാമ്പിൾ ഉണ്ട് വോൾവോക്സ്, നിങ്ങൾക്കറിയാം അല്ലേ. കൊളോണിയൽ ആയിട്ടുള്ള ആൽഗേൻ്റെ എക്സാമ്പിൾ ഏതാ? വോൾവോക്സ് പച്ച കളർ ആയിരുന്നില്ലേ? ഞാൻ നിങ്ങൾക്ക് ഫോട്ടോ കാണിച്ചു തന്നപ്പോൾ വോൾവോക്സ് പച്ച കളർ ആയിരുന്നില്ലേ? അതേപോലെ ഫിലമെൻറ്റസ് ആയിട്ടുള്ള ആൽഗേ ഉണ്ടോ? അതും നിങ്ങൾക്കറിയാം. നിങ്ങൾ പോയി നോക്കിയായിരുന്നോ? സ്പൈറോഗൈറ, യൂളോത്രിക്സിനൊക്കെ ഞാൻ ഗൂഗിളിൽ പോയി നോക്കണം, നിങ്ങൾ പരിചയപ്പെടണം എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നോ? നിങ്ങൾ നോക്കിയായിരുന്നോ? എത്ര പേര് നോക്കിയവർക്ക് അറിയാം അത് പച്ച കളറാണെന്ന് അല്ലേ. സ്പൈറോഗൈറയൊക്കെ ഗ്രീൻ കളർഡ് അല്ലേ, അത് ഫിലമെൻറ്റസ് അല്ലേ. സോ അത് അങ്ങനത്തെ ഫോംസും ഉണ്ടാവാം. സോ പല രീതിയിലുണ്ടാവാം താലസ് അല്ലേ. ഇനി പിഗ്മെൻറ്റ്സ് പറയുകയാണെങ്കിലോ, പിഗ്മെൻറ്റ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ഏതൊക്കെയായിരുന്നു? ക്ലോറോഫിൽ എയും ക്ലോറോഫിൽ ബിയും. അതല്ലാതെ വേറെ ഏതെങ്കിലും പിഗ്മെൻറ്റ്സ് ഉണ്ടായിരുന്നോ? ഇല്ലല്ലോ. വേറെ പിഗ്മെൻറ്റ്സ് ഒന്നും ഇല്ലല്ലോ ഗ്രീൻ ആൽഗയിൽ. ക്ലോറോഫിൽ എയും ബിയും മാത്രമല്ലേ ഉള്ളൂ. സോ പിഗ്മെൻറ്റ്സ് ഏതൊക്കെയാണ്? ക്ലോറോഫിൽ എയും ബിയും. ഇനി ക്ലോറോഫിൽ അല്ലേ, ഒബ്വിയസ്ലി പച്ച ആൽഗെ അല്ലേ. ക്ലോറോഫിൽ ഉണ്ട്. ക്ലോറോഫിൽ എവിടെ നിന്നാണ് ഉണ്ടാക്കുക? ക്ലോറോപ്ലാസ്റ്റ് എന്നല്ലേ. അല്ലെങ്കിൽ പൊതുവേ നിങ്ങൾക്ക് അറിയാലോ ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറഞ്ഞൊരു പ്ലാസ്റ്റിഡ് ഉണ്ടെന്നുള്ള കാര്യം അറിയാലോ. അപ്പോൾ എന്ത് കളർ പ്ലാസ്റ്റിഡാ ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്നത്? പച്ച കളർ. സോ പച്ച കളർ ആൽഗയിലല്ലേ നിങ്ങൾക്ക് ക്ലോറോപ്ലാസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് പറ്റുക. അതല്ലേ ഇവിടെ പറഞ്ഞത്. ക്ലോറോപ്ലാസ്റ്റ് പ്രസൻറ്റ് ആണ്. സിമ്പിൾ. ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്? നിങ്ങൾ ശ്രദ്ധിക്കണേ. ഈ പറഞ്ഞ ക്ലോറോപ്ലാസ്റ്റിൻ്റെ ഷേപ്പാണ് അടുത്തത് പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെ ഷേപ്പായിരിക്കാം? ഡിസ്കോയിഡ് ആയിരിക്കാം, ഡിസ്ക് ഷേപ്പിൽ, അല്ലെങ്കിൽ പ്ലേറ്റ് ലൈക്ക് ആയിരിക്കാം, ഒരു പ്ലേറ്റ് പോലെ, അല്ലെങ്കിൽ റെറ്റിക്കുലേറ്റ് ആയിരിക്കാം, അതായത് കുറച്ചൊരു നെറ്റ്വർക്ക് പോലെ, അല്ലെങ്കിൽ കപ്പ് ഷേപ്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ സ്പൈറൽ ഇങ്ങനെ വളഞ്ഞിട്ടുള്ളതായിരിക്കാം, അല്ലെങ്കിൽ ഒരു റിബൺ ഷേപ്ഡ് ആയിരിക്കാം. ഇങ്ങനെ പല ഷേപ്പിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ക്ലോറോപ്ലാസ്റ്റ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. ഇതിനകത്ത് ഗ്രീൻ ആൽഗ അല്ലെങ്കിൽ ക്ലോറോഫൈസിനകത്ത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾക്ക് അറിയാത്തൊരു പോയിന്റ്, എന്തെങ്കിലുമൊക്കെ പുതിയത് പഠിക്കണ്ടേ, അറിയാത്തൊരു പോയിൻ്റാണ് ഇനി പറയാൻ പോകുന്നത്. എന്താ പോയിന്റ്? ഗ്രീൻ ആൽഗയൊക്കെ അല്ലേ, ഞാൻ ഗ്രീനോട് തന്നെ എഴുതാം. എന്താ പോയിന്റ്? പൈറനോയിഡ് എന്ന് പറയുന്നൊരു പോയിന്റ്. ഐ ഹോപ്പ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്നല്ലേ. പൈറനോയിഡ് എന്ന് പറയുന്ന ഒരു പോയിൻ്റാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇനി കാണുന്നത്. എന്താണ് പൈറനോയിഡ് എന്ന് പറയുന്നത്? പൈറനോയിഡ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഒരു സ്റ്റോറേജ് ബോഡിയാണ്. ഓക്കെ, സാധനങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള ബോഡിയാണ്. എവിടെയാണ് കാണുക? ക്ലോറോപ്ലാസ്റ്റിന് അകത്ത്. അപ്പോൾ ഒബ്വിയസ്ലി പ്ലാന്റിനകത്ത് എന്തെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കാനുണ്ടാവില്ലേ, കുറേ സബ്സ്റ്റൻസസ്, വേസ്റ്റോ എന്തോ ആവട്ടെ, സ്റ്റോർ ചെയ്ത് വെക്കാൻ ആവശ്യം ഉണ്ടാവില്ല എന്തായാലും. അപ്പോൾ സ്റ്റോറേജ് ബോഡിയാണ് എന്തെന്ന് പറയുന്നത്? പൈറനോയിഡ് എന്ന് പറയുന്നത്. പൈറനോയിഡ് എവിടെയാണ് കാണപ്പെടുക? ക്ലോറോപ്ലാസ്റ്റിനകത്ത്. ക്ലോറോപ്ലാസ്റ്റിന് അകത്താണ് പൈറനോയിഡ് കാണപ്പെടുക, അല്ലാതെ നമ്മുടെ ആൽഗയ്ക്കകത്തല്ല. ആൽഗയ്ക്കകത്തുള്ള ക്ലോറോപ്ലാസ്റ്റിനും അകത്താണ് എന്ത് കാണുന്നത്? പൈറനോയിഡ് കാണപ്പെടുന്നത്. ഓക്കെ, സോ പൈറനോയിഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇൻസൈഡ് ദി ക്ലോറോപ്ലാസ്റ്റ്. എവിടെയുള്ളത്? ഇൻസൈഡ് ദി ക്ലോറോപ്ലാസ്റ്റ്.
അല്ലേ? ക്ലോറോപ്ലാസ്റ്റിൻ്റെ അകത്താണ് നമ്മൾ ഈ കാണുന്ന പറയുന്ന പൈറനോയിഡ് ഉള്ളത്. ഈ പൈറനോയിഡ് ഒറ്റ ഒന്നേ ഉണ്ടാവുള്ളൂ? അങ്ങനെയൊന്നുമില്ല. നമ്മളെ വീട്ടിൽ നമ്മൾ ടൂറൊക്കെ പോകുമ്പോൾ എടുക്കാൻ വേണ്ടിയിട്ട് 1, 2, 3 ബാഗുകൾ ഉണ്ടാവില്ലേ? ചിലപ്പോൾ ഒരു ട്രോളി ഉണ്ടാവും, ചിലപ്പോൾ ട്രോളി അല്ലാത്തൊരു ക്യാരിങ് ബാഗ് ഉണ്ടാവും, അല്ലേ? അങ്ങനത്തെ പല ബാഗും ഉണ്ടാവില്ലേ? അപ്പോൾ അതേപോലെ തന്നെ ക്ലോറോപ്ലാസ്റ്റിനകത്തുള്ള പൈറനോയിഡ് എന്തുണ്ട്? ഒറ്റയൊന്നും മാത്രമല്ല, ചിലപ്പോൾ ഒന്നാവാം, ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ ഉണ്ടാവാം, റൈറ്റ്? സോ വൺ ഓർ മോർ ആയിരിക്കും, ചില കേസിൽ ഒന്നായിരിക്കും, ചില കേസിൽ ഒന്നിൽ കൂടുതൽ ഉണ്ടാവും, അല്ലേ? ഈ പൈറനോയിഡ്സിൽ എന്താ സ്റ്റോർ ചെയ്യുക? എന്തോ സ്റ്റോർ ചെയ്യുകയാണെന്ന് ഞാൻ പറഞ്ഞു. എന്താ സ്റ്റോർ ചെയ്യുക? നമ്മളെ പോലെ ഡ്രസ്സും ചെരുപ്പും ഒക്കെയാണോ സ്റ്റോർ ചെയ്യുക? അല്ലല്ലോ. എന്താ സ്റ്റോർ ചെയ്യുന്നത് ഇവിടെ? എന്തെങ്കിലും ഫുഡ് മെറ്റീരിയൽ ആയിരിക്കത്തില്ലേ? ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇവിടെ ക്ലോറോപ്ലാസ്റ്റിൻ്റെ കേസിൽ മെയിൻ ആയിട്ടുള്ള ഫുഡ് മെറ്റീരിയൽ ഏതാ ഫുഡ് സ്റ്റോറേജ് ഏതായിരുന്നു? എന്തിൻ്റെ ഫോമിലായിരുന്നു? സ്റ്റാർച്ചിൻ്റെ ഫോമിലായിരുന്നില്ലേ? അപ്പോൾ ഒബ്വിയസ്ലി എന്തായിരിക്കും? സ്റ്റാർച്ച് ആയിരിക്കും. പക്ഷേ സ്റ്റാർച്ച് കൂടാതെ ഒരാളും കൂടെ ഉണ്ട്, എന്ത്? പ്രോട്ടീൻ. നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാം. ഞാൻ പറഞ്ഞതിട്ട് ക്ലോറല്ല എന്ന് പറഞ്ഞൊരു ഗ്രീൻ ആൽഗെ പ്രോട്ടീനിൽ ഭയങ്കര റിച്ച് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്, അതിന് നമ്മൾ ഫുഡ് സപ്ലിമെൻ്റ് ആയിട്ട് എടുക്കും, അല്ലേ? നമ്മൾ സ്പേസിലേക്കൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ ഫുഡ് സപ്ലിമെൻ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ക്ലോറല്ല പോലത്തെ ആൽഗേനെ എടുക്കുന്നില്ലേ? സോ ഒബ്വിയസ്ലി അതിനകത്ത് എന്തുണ്ട്? പ്രോട്ടീൻസ് ഉണ്ട്. സോ ഈ പ്രോട്ടീൻസും സ്റ്റാർച്ചും ഒക്കെ എവിടെയെങ്കിലും സ്റ്റോർ ചെയ്യണ്ടേ? എവിടെയാണ് അവർ സ്റ്റോർ ചെയ്യുക? പൈറനോയിഡിനകത്താണ് സ്റ്റോർ ചെയ്യുക. പൈറനോയിഡ് എവിടെയാണ് കാണപ്പെടുന്നത്? നമ്മുടെ ക്ലോറോപ്ലാസ്റ്റിനകത്ത്, റൈറ്റ്? ഇനി ചില ആൽഗയിൽ, ഗ്രീൻ ആൽഗയിൽ തന്നെ ചിലതിൽ ഈ പറഞ്ഞ സ്റ്റാർച്ചും പ്രോട്ടീനും അല്ലാതെ ഓയിൽ ഡ്രോപ്ലെറ്റ്സിൻ്റെ ഫോമിൽ എന്ത് ചെയ്യും? സ്റ്റോർ ചെയ്യും. ഓയിൽ ഡ്രോപ്ലെറ്റ്സ്. ഓക്കെ, ഓയിൽ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയില്ലേ? ആ ഒരു ഓയിൽ ഒരു ലിക്വിഡ് ഫോം, അല്ലെങ്കിൽ ഒരു ഓയിൽ ഡ്രോപ്ലെറ്റ്സിൻ്റെ ഫോമിൽ എന്ത് ചെയ്യും? നമുക്ക് പലതരത്തിലുള്ള ഫുഡും എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഇത് ക്ലിയർ ആയല്ലോ. ഇനി ഈ ക്ലോറോഫൈസിനെ പറ്റി തന്നെയാണ് നമ്മൾ പറയുന്നത്. ഈ ക്ലോറോഫൈസിൻ്റെ സെൽ വാൾ ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. എന്തുപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? സെല്ലുലോസ് ആണെന്ന് അറിയാലോ. സെല്ലുലോസ് വെച്ചിട്ടാണ് ഉപയോഗിക്കുന്നത്, ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് അറിയാലോ. പക്ഷേ ചില കാര്യം നിങ്ങൾ നോട്ട് ചെയ്യണം. സെൽ വാൾ എന്ന് പറയുന്നത് ഇവിടെ ഡബിൾ ലെയേർഡ് സെൽ വാൾ ആണ് ആർക്കുള്ളത്? നമ്മൾ ഈ ക്ലോറോഫൈസിക്ക് ഉള്ളത്. ഇതിൽ അകത്ത് ഇന്നറായിട്ടുള്ള സെൽ വാൾ ഇല്ലേ? അതാണ് നമ്മളെ സെല്ലുലോസ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, ഉള്ളിലുള്ള സെൽ വാളാണ് എന്ത് ചെയ്തിരിക്കുന്നത്? സെല്ലുലോസ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്തുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത്? സെല്ലുലോസ്. ഓക്കെ, CELLULOS, സെല്ലുലോസ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൽ ഔട്ടർ ലെയർ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ഔട്ടർ ലെയർ ഉണ്ടാക്കിയിരിക്കുന്നത് പെക്ടോസ് കൊണ്ടാണ്, അല്ലെങ്കിൽ പെക്റ്റിൻ കോമ്പൗണ്ട് ആണ് പെക്ടോസ് എന്നാണ് പറയാം. അപ്പോൾ അകത്തത് സെല്ലുലോസ് കൊണ്ട്, ഇന്നർ ലെയർ സെല്ലുലോസ് കൊണ്ടും ഔട്ടർ ലെയർ പെക്ടോസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, ആ കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക. ഇനി നമുക്ക് ഇവർ റീപ്രൊഡക്ഷൻ പഠിക്കണ്ടേ? നമ്മൾ ആൽഗേൻ്റെ റീപ്രൊഡക്ഷൻ പൊതുവേ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, അല്ലേ? ഫ്രാഗ്മെൻറ്റേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ഉണ്ട്, അസെക്ഷൽ ഉണ്ട്, അല്ലേ? അസെക്ഷൽ സൂസ്പോസ് ഒക്കെ പഠിച്ചത് ഓർമ്മയുണ്ടോ? അത് കഴിഞ്ഞിട്ട് നമ്മൾ സെക്ഷൽ റീപ്രൊഡക്ഷൻ പഠിച്ചു, ഐസോഗമി, അനൈസോഗമി, ഊഗമി ഒക്കെ പറഞ്ഞത് ഓർമ്മയുണ്ടോ? അത് പൊതുവേ ആൽഗയിലുള്ള കാര്യമല്ലേ നമ്മൾ പറഞ്ഞത്. ഇനി നമ്മൾ ക്ലോറോഫൈസിയിൽ എങ്ങനെയാണെന്നല്ലേ നോക്കാൻ പോകുന്നത്. ക്ലോറോഫൈസിയിൽ എങ്ങനെയാണ്? ഓഫ് കോഴ്സ് ഓൾമോസ്റ്റ് ദ സെയിം. നിങ്ങൾ മറ്റത് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എളുപ്പമാണ്. വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ അല്ലെങ്കിൽ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ എങ്ങനെയാണ് കാണിക്കുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞ ആളെന്നോടോ ഫ്രാഗ്മെൻറ്റേഷൻ, അല്ലേ? ഒരു ബോഡി പീസ്, ആൽഗേൻ്റെ ബോഡി പീസ് എന്താവും? ഡിഫറെൻറ്റ് പാർട്സ് ആയിട്ട്, ഡിഫറെൻറ്റ് ഫ്രാഗ്മെൻറ്റ്സ് ആയിട്ട് കട്ടാവും. ആൻഡ് ആ പുതിയ ഫ്രാഗ്മെൻറ്റ്സ് ഒക്കെ തന്നെ എന്താവും? പുതിയ പ്ലാന്റ് ആയിട്ട് ഡെവലപ്പ് ആവും. ഇതെല്ലായിരുന്നു നമ്മൾ പഠിച്ചിട്ടുള്ളത്. ആൻഡ് അതേപോലെ തന്നെ എന്തുണ്ട്? സ്പോർട്സ് ഇല്ലേ? നമ്മൾ അവിടെ ആക്ച്വലി വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ പറയുമ്പോൾ സ്പോർട്സ് പറഞ്ഞിട്ടില്ല. പക്ഷേ ഇവിടെ നമ്മളെ ക്ലോറോഫൈസിൻ്റെ കേസിൽ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ചില സ്പോർട്സ് വഴി എന്ത് ചെയ്യുന്നുണ്ട്? നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യണം? അറിഞ്ഞിരിക്കണം. ഓക്കെ, അതേമാതിരി അസെക്ഷൽ റീപ്രൊഡക്ഷനിൽ എന്തായിരുന്നു നമ്മൾ പറയുന്നത്? സ്പോർട്സ് പറഞ്ഞിട്ടില്ലായിരുന്നോ? ഫ്ലജല്ലേറ്റഡ്, മോട്ടൈൽ സ്പോർട്സ് എന്ന് പറഞ്ഞിട്ടില്ലായിരുന്നോ? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത്? ബോട്ട് സ്പോർട്സ് എന്ന് വിളിച്ചാൽ കുറച്ച് വിയേർഡാവും, അതുകൊണ്ട് നമുക്ക് സ്പോർട്സ് എന്ന് വിളിക്കാമെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നോ? അതേ സ്പോർട്സ് തന്നെയാണ് ഇവിടെയും. സ്പോർട്സ് തന്നെയാണ്. ഈ സ്പോർട്സ് എവിടെയെങ്കിലും ഒന്ന് പ്രൊഡ്യൂസ് ചെയ്ത് എവിടെയെങ്കിലും ഒന്ന് സ്റ്റോർ ചെയ്യണ്ടേ? അതായത് നല്ല കണ്ടീഷൻ വരുമ്പോഴല്ലേ സ്പോറുകളൊക്കെ റിലീസ് ചെയ്യുക, അല്ലാണ്ട് എപ്പോഴും സ്പോർ ഇങ്ങനെ റിലീസ് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പം നല്ലൊരു കണ്ടീഷൻ വരുന്നവർ എന്ത് ചെയ്യണം? വെയിറ്റ് ചെയ്യണം. അപ്പോൾ മീൻ വൈൽ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് എവിടെയെങ്കിലും സ്റ്റോർ ചെയ്യണ്ടേ? എവിടെയാണ് സ്പോർട്സ് സ്റ്റോർ ചെയ്ത് വെക്കുക? സൂസ്പൊറാഞ്ചിയ. സൂസ്പോറിൻ്റെ ഒരു ബാഗ് അല്ലെങ്കിൽ സൂസ്പോർ സ്റ്റോർ ചെയ്യുന്ന സ്ഥലമാണ് എന്ത്? സൂസ്പൊറാഞ്ചിയ എന്ന് പറയുന്നത്. അത് പ്ലൂറലാണ് സൂസ്പൊറാഞ്ചിയ. സിംഗുലർ എന്ന് പറയുമ്പോൾ സൂസ്പൊറാഞ്ചിയം എന്നായിരിക്കും പറയാം. അത് ക്ലിയർ ആയല്ലോ? പുതിയ സംഭവങ്ങളൊന്നുമില്ല. ജസ്റ്റ് സൂസ്പോറിനെ പറ്റി നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. അത് സ്റ്റോർ ചെയ്യുന്ന സ്ഥലമാണ് സൂസ്പൊറാഞ്ചിയ എന്ന് മാത്രമാണ് ഇവിടെ പുതുതായിട്ട് പറഞ്ഞിട്ടുള്ളത്. പിന്നെ എന്താണ്? സെക്ഷൽ റീപ്രൊഡക്ഷൻ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അനൈസോഗമസ് ആയിരിക്കാം, അല്ലെങ്കിൽ അനൈസോഗമസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഐസോഗമസ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തായിരിക്കാം? ഊഗമസ് ആയിരിക്കാം. ഇതൊക്കെ ഞാൻ ഇനി പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യണോ? വേണ്ടല്ലോ, നിങ്ങൾക്ക് അറിയാലോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തൊട്ട് മുമ്പത്തെ വീഡിയോ എടുത്ത് നോക്കിയാൽ മതി. അതിനകത്ത് വ്യക്തമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെ എക്സാമ്പിൾസ് ആണ് ഇനി ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് ആക്ച്വലി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, എന്തൊക്കെ എക്സാമ്പിൾസ് ഒന്ന് പറഞ്ഞേ? ക്ലാമിഡോമോണസ്. എന്താണ് ക്ലാമിഡോമോണസ്? അല്ലെങ്കിൽ ക്ലാമിഡോമോണാസ് എന്നൊക്കെ പറയും. പ്രൊനൗൺസിയേഷൻ നിങ്ങൾ എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല, നിങ്ങൾ പഠിച്ചാൽ മതി. ഓക്കെ, ക്ലാമിഡോമോണസ് അല്ലെങ്കിൽ ക്ലാമിഡോമോണാസ് എന്നൊക്കെ പറയുന്ന ആണ് ഫസ്റ്റ് ആയിട്ടുള്ള എന്തെന്ന് പറയുന്നത്? ഗ്രീൻ ആൽഗെ എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾ കണ്ടിട്ടുള്ള 3 ആൾക്കാർ, നിങ്ങൾക്ക് പരിചയമുള്ള 3 ആൾക്കാരുണ്ട്. ആരൊക്കെയാണ്?
വോൾവോക്സ് ഉണ്ട്, യൂളോത്രിക്സ് ഉണ്ട്, സ്പൈറോഗൈറ ഉണ്ട്. വോൾവോക്സിൻ്റെ പിക്ചർ ഞാൻ കാണിച്ചു തന്നു. യൂളോത്രിക്സിനോടും സ്പൈറോഗൈറനോടും പോയി പരിചയപ്പെടാൻ നിങ്ങളോട് ഞാൻ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു? അവരെ മൂന്നുപേർക്കും നിങ്ങൾക്ക് എന്തായി പരിചയമായി. പിന്നെ പുതിയ ആളാരാണ്? ക്ലാമിഡോമോണസ് ആണ്. ക്ലാമിഡോമോണസ് ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഞാൻ പറഞ്ഞിട്ടുണ്ടാവും മേ ബി. ക്ലാമിഡോമോണസിൽ എന്താണ്? ഈ ഐസോഗമിയൊക്കെ കാണിക്കുന്ന ഒരു എക്സാമ്പിളാണ് കേട്ടോ ക്ലാമിഡോമോണസ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ആരുണ്ട്? അവസാനമായിട്ട് ആരുണ്ട്? നിങ്ങളൊന്ന് വായിച്ചേ, അത് ആ പേരൊന്ന് വായിച്ചേ. ഇന്നിത് നിങ്ങൾ നോട്ട്സൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവുമല്ലോ അല്ലേ? നോട്ട്സൊക്കെ ഉണ്ടാക്കിയിട്ട് വീട്ടിൽ പോയി പഠിക്കുമ്പം എന്താ ഇത് വായിക്കുക നിങ്ങൾ? ക്ലാമിഡോമോണസ്, ഒരു കുട്ടി, ഏതെങ്കിലും കുട്ടി, ക്ലാമിഡോമോണസ്, വോൾവോക്സ്, യൂളോത്രിക്സ്, സ്പൈറോഗൈറ, ചേര എന്ന് വായിക്കും. അപ്പോൾ ഇതാ വീട്ടിൽ നിന്ന് എല്ലാവരും കൂടി ഇറങ്ങി ഓടും. നമ്മയെ ചേര എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇറങ്ങി ഓടലായിരിക്കും. ചേര എന്നാണോ ഇത് വായിക്കേണ്ടത്? ചേര എന്നല്ല, ജസ്റ്റ് കോൾഡ് ഖാര എന്നാണ് വായിക്കുക. ഓക്കെ, ഈ CH എന്നുള്ള സംഭവം ഖ എന്നുള്ളൊരു പ്രൊണൗൺസിയേഷനാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ പെർഫോം ചെയ്യുന്നത് അല്ലേ? ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലാംഗ്വേജാണ് ഇംഗ്ലീഷ്. അവർക്ക് 26 അക്ഷരമേ ഉള്ളൂ. ആ 26 അക്ഷരം വെച്ചിട്ട് എന്താ പറയുക അല്ലേ? യു എന്ന് പറഞ്ഞ അക്ഷരം തന്നെ അംബ്രലയിൽ ഒരു രീതിയിലാണ് പ്രൊണൗൺസ് ചെയ്യുന്നത്, യൂളോത്രിക്സിൽ വേറെ രീതിയിലാണ് അല്ലേ? ഊളോത്രിക്സ് എന്ന് അറിയാൻ പറയുമോ? ഊളോത്രിക്സ് അല്ലല്ലോ, യൂളോത്രിക്സ് അല്ലേ? സോ പ്രൊണൗൺസിയേഷൻ എന്ത് ചെയ്യണം? കുറച്ചൊക്കെ അറിഞ്ഞിരിക്കണം. ഓക്കെ, നിങ്ങൾക്ക് എക്സാമിന് ആരും ചോദിക്കത്തില്ല വന്നിട്ട് പ്രൊണൗൺസിയേഷൻ എന്താന്ന്, ബട്ട് സ്റ്റിൽ നിങ്ങൾ അറിഞ്ഞിരിക്കണ്ടേ. സോ ഇറ്റ്സ് ഖാര അല്ലെങ്കിൽ ഖാര, അല്ലാണ്ട് ഇറ്റ്സ് നോട്ട് ചേര. ഓക്കെ, സോ ഖാര എന്താണ്? ഒരു എക്സാമ്പിളാണ് ഗ്രീൻ ആൽഗേൻ്റെ. കുറച്ച് പിക്ചർ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് കണ്ടോ? ആദ്യം നിങ്ങൾ കാണുന്ന ആരാ? ക്ലാമിഡോമോണസ്. ഓക്കെ, ക്ലാമിഡോമോണസ് ആണ് നിങ്ങൾ ആദ്യം കാണുന്നത്. നോക്കിക്കേ, 2 ഫ്ലജല്ലൊക്കെ ഉണ്ടല്ലേ ആൾക്ക്? 2 ഫ്ലജല്ലൊക്കെ ഉണ്ട്. എല്ലാവരും ഓൾമോസ്റ്റ് ഒരേപോലെ ഇല്ലേ? 2 ഫ്ലജല്ലൊക്കെ ഇല്ലേ? പിന്നെ നിങ്ങൾ കാണുന്നത് ആരാ? മറ്റൊരു ഗ്രീൻ ആൽഗിയാണ്. ഇത് എന്താണ്? ഗ്രീൻ കളേർഡ് അല്ലേ? നിങ്ങൾ കാരയാണ് കേട്ടോ ഇവിടെ കാണുന്നത്. ദിസ് ഇസ് കാര. അപ്പോൾ കാരേനെയും ക്ലാമിഡോമോണസിനെയും കണ്ടില്ലേ? ഇനി നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോയാലോ, അടുത്ത ക്ലാസ്സിലേക്ക് പോയാലോ? ഏതായിരുന്നു? ബ്രൗൺ ആൽഗി അല്ലേ? അതർവൈസ് നോൺ ആസ് ഫിയോഫൈസിയെ അല്ലേ? ഫിയോഫൈസിയെ. ഇതിൻ്റെയും ക്യാരക്ടേഴ്സ് നിങ്ങൾക്കറിയാം. എന്തൊക്കെയാണ് നോക്കിയാലോ? ബ്രൗൺ ആൽഗിയാണ്, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമല്ലേ? പുതിയതാണോ? അല്ല. ഇത് മോസ്റ്റ്ലി എവിടെയാണ് കാണുക? മെറൈൻ ഹാബിറ്റാറ്റ്സിലാണ് കാണുക. നമ്മൾ പറഞ്ഞിട്ടുള്ളതല്ലേ? ഫ്രഷ് വാട്ടർ, ബ്രാക്കിഷ് വാട്ടർ, മെറൈൻ, മൂന്നിലും കാണും. പക്ഷേ ഇത് കുറച്ചും കൂടെ പൊടിക്കുക എവിടെയാണ് കാണുക? മെറൈൻ ഹാബിറ്റാറ്റിലാണ് കാണുക. അത് നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ഇതിലും പല ടൈപ്പ് ഉണ്ട്. മറ്റേതിൽ നമ്മൾ പറഞ്ഞു താലസ് പല ടൈപ്പ് ഉണ്ട് അല്ലേ? ഫിലമെൻറ്റസ് ഉണ്ട്, കൊളോണിയൽ ഉണ്ട്, പല യൂണിസെല്ലുലാർ ഉണ്ട്. അതേപോലെ തന്നെ ഇവിടെയും ഉണ്ട് എന്ത്? ഫിലമെൻറ്റസ് ഫോംസ് ഉണ്ട്. എക്സാമ്പിൾ ഏതാ? എക്ടോകാർപ്പസ് എന്ന് പറയുന്ന ഒരു ഫിലമെൻറ്റസ് ഫോം എവിടെ ഉണ്ട്? ഇവിടെയും ഉണ്ട്. ഒരാളെ നിങ്ങൾ പഠിച്ചേ, ഒരാളെ പേര് ഞാൻ പറഞ്ഞു തന്നെ, ആര്? എക്ടോകാർപ്പസ് എന്താ? ഫിലമെൻറ്റസ് ഫോമാണ് അല്ലേ? അത് കുറച്ച് ചെറുതായിട്ട് ബ്രാഞ്ച്ഡ് ആയിട്ടുള്ള ഫിലമെൻറ്റസ് ഫോമാണ് ഈ പറഞ്ഞ എക്ടോകാർപ്പസ് എന്ന് പറയുന്നത്. അതല്ലാതെ നല്ല കട്ടിക്ക് ബ്രാഞ്ചസ് ഒക്കെ വന്ന് നല്ല വലിയ ഒരാളുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ആരാ? കെൽപ്സ് എന്ന് പറയുന്നത് അല്ലേ? കെൽപ്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ആൾക്കാരെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ ഭയങ്കര വലിയ മാസീവ് ഫോമാണ് അല്ലേ? മാസീവ് ഫോം ഓഫ് ആൽഗയാണ്. അതുകൊണ്ട് തന്നെ കുളത്തിൽ കൊള്ളുമോ? ഇല്ലല്ലോ, അവർ കടലിലല്ലേ ഉണ്ടാവുക. സോ അത് അങ്ങനെ ആലോചിച്ച് വെച്ചാൽ മതി. മെറൈൻ എന്നുള്ളത് കെൽപ്സ് എന്താണ്? ഒരു ബ്രൗൺ ആൽഗയാണ്. സോ ബ്രൗൺ ആൽഗ മൊത്തത്തിൽ മെറൈൻ കടലിലല്ലേ കൂടുതൽ കാണുക. ആലോചിച്ച് വെക്കാൻ എളുപ്പമുണ്ടോ? ഇല്ലല്ലോ. അബൌട്ട് 100 meters വരെ എന്ത് ചെയ്യുന്നുണ്ട്? ഇതിനെന്തുണ്ട്? കെൽപ്സിന് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു നീളം വെക്കുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി പിഗ്മെന്റ്സ് ഞാൻ പഠിപ്പിച്ചു തരേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ക്ലോറോഫിൽ A, C, കെരോട്ടനോയിഡ്സ് ആൻഡ് ക്സാന്തോഫിൽസ് ഞാൻ പഠിപ്പിച്ചു തരേണ്ട ആവശ്യമുണ്ടോ? നമ്മൾ ക്സാന്തോഫിൽസ് പറഞ്ഞില്ലേ? കെരോട്ടനോയിഡ്സ് അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ ക്സാന്തോഫിലും കെരോട്ടനോയിഡും ഇല്ലേ, കുറച്ച് ഫ്രണ്ട്സാണ്. ഈ ക്സാന്തോഫിൽ എവിടെ ഉണ്ടോ മോസ്റ്റ് പ്രോബ്ലി അവിടെ കെരോട്ടനോയിഡ് ഉണ്ടാവും. ഓക്കെ, മോസ്റ്റ് പ്രോബ്ലി ഒരുപാട് സ്ഥലത്ത് ഞാൻ ഈ ക്സാന്തോഫിലും കെരോട്ടനോയിഡും ഒരുമിച്ച് പഠിച്ചിട്ടുണ്ട്. കാരണം ഇവർ ഒരുമിച്ച് ഉണ്ടാവും പല തവണയും. ക്സാന്തോഫിൽ എവിടെ ഉണ്ടോ അവിടെ കുറച്ച് കെരോട്ടനോയിഡും ഉണ്ടാവും പൊതുവേ. ഓക്കെ, നിങ്ങൾക്ക് ആലോചിക്കാനോ അതങ്ങനെ തന്നെ മതി. കാരണം എന്താ? ഇവിടെ ബ്രൗൺ ആൽഗയിൽ എന്തുണ്ട്? രണ്ടും ഉണ്ട്. ക്സാന്തോഫിൽസും ഉണ്ട്, കെരോട്ടനോയിഡും ഉണ്ട് അല്ലെ? ഫ്യൂക്കോക്സാന്തിൻ എന്നായിരിക്കും നിങ്ങളവിടെ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? ഫ്യൂക്കോക്സാന്തിൻ അതൊരു ടൈപ്പ് ഓഫ് ക്സാന്തോഫിൽസ് ആണ്. ക്സാന്തോഫിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ ജനറൽ നെയിം. ഓക്കെ, അതിലുള്ള ഒന്നാണെന്ത്? ഫ്യൂക്കോക്സാന്തിൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അല്ലാണ്ട് പുതിയ വേറെ മൂന്നാമത്തെ ഒരു സാധനം അല്ല ഫ്യൂക്കോക്സാന്തിൻ എന്ന് പറയുന്നത്. ക്സാന്തോഫിലിൻ്റെ ഒരു എക്സാമ്പിളാണ് ഫ്യൂക്കോക്സാന്തിൻ എന്ന് പറയുന്നത്. പിന്നെ നമ്മളെന്ന് പറഞ്ഞു, ഇതിൻ്റെ കളർ പറഞ്ഞു ബ്രൗൺ ആണ് ഒബ്വിയസ്ലി. പക്ഷേ അങ്ങനെ ഡാർക്ക് ബ്രൗൺ ആയിരിക്കുമോ? അല്ല, കുറച്ചൊരു, അതായത് ക്ലോറോഫിൽ എയും സിയും ഉണ്ടല്ലോ, അപ്പോൾ കുറച്ചൊരു പച്ച കളർ വേണം. അപ്പോൾ ഒരു ഒലിവ് ഗ്രീൻ, ഒലിവ്സ് കഴിച്ചിട്ടുണ്ടോ നിങ്ങൾ? പിസ്സേൻ്റെ മേലെയൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ പലരും ഒലിവ്സിൻ്റെ പിക്കിൾസ് ഒക്കെ കഴിക്കാറുണ്ട്. ചിലർക്ക് തീരെ ഇഷ്ടമായിരിക്കത്തില്ല, എനിക്ക് അത്യാവശ്യം ഇഷ്ടമാണ്. എനിവേസ്, ഒലിവ് കളർ അറിയോ? ഒലിവ് കളർ തൊട്ട് ബ്രൗൺ കളർ വരെ എന്ത് ചെയ്യാം? ആൽഗേൻ്റെ കളർ എന്ത് ചെയ്യാം? വേരി ചെയ്യാം. പിന്നെ ഫുഡ്
ഫൂഡിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. ഫുഡ് എന്തായിരുന്നു, എങ്ങനെയാണ് ലാമിനാറിനും മാനിറ്റോളും അല്ലേ, ലാമിനാറിൻ്റെയും മാനിറ്റോളിൻ്റെയും ഫോമിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഫുഡ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഇനി സെൽ വാളിൻ്റെ കാര്യം പറയണ്ടേ, സെൽ വാളിൻ്റെ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്ത്, സെല്ലുലോസും ആൽജിനും ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. പുറത്ത് സെല്ലുലോസും അതേപോലെ അത് മെയിൻലി സെല്ലുലോസും പിന്നെ എന്തുണ്ട് അതിൻ്റെ പുറത്ത് എന്തുണ്ട്, നമ്മൾ ഈ പറഞ്ഞ ആൽജിനും ഉണ്ട്. സോ സെല്ലുലോസ് പൊതുവെ എന്താണ്, അകത്താണ് ഉണ്ടാവുക. നമ്മൾ നേരത്തെ ഗ്ലോറോഫൈസിൻ്റെ കേസ് പറഞ്ഞപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. സെല്ലുലോസ് അകത്തുണ്ടായിരുന്നു, അതിൻ്റെ പുറത്ത് പെക്ടോസ് ഉണ്ടായിരുന്നു. ഇവിടെ അതേപോലെ തന്നെ അകത്ത് സെല്ലുലോസ് ഉണ്ട്, പുറത്ത് ആരാ ഉള്ളത്, ആൽജിനാണുള്ളത്. പറഞ്ഞില്ലേ, ആൽബിൻ എന്ന് പറയാൻ തോന്നും, പറയരുത് ആൽജിനെ പറയാമെന്ന് പറഞ്ഞില്ലേ. ഓക്കെ, അതും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി പ്ലാസ്റ്റിഡ്സ് ഉണ്ട്. ഓക്കെ, ക്ലോറോപ്ലാസ്റ്റ് ഉണ്ടാവോ, ഇല്ല. ക്ലോറോപ്ലാസ്റ്റ് എവിടെയാണ് ഉണ്ടാവുക, ഗ്രീൻ ആൽഗിലല്ലേ. ഇത് ഗ്രീൻ ആൽഗി ആണോ, അല്ല. അപ്പോൾ ഇവിടെ വേറെ തരത്തിലുള്ള പ്ലാസ്റ്റിഡ്സ് ഒബ്വിയസ്ലി ഉണ്ടാവും. പക്ഷെ അതല്ലാതെ സെല്ലിനകത്ത് ഒരു വാക്യൂളും ഉണ്ടാവും, അതേപോലെ ന്യൂക്ലിയസും ഉണ്ടാവും. ഇതൊക്കെ പഠിക്കേണ്ട പോയിന്റ് ആണോ ഗൈസ്? ഇതൊക്കെ ഇങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പഠിക്കേണ്ട പോയിന്റ് ആണോ? ഒരു സെല്ലാണെങ്കിൽ അതിന് ന്യൂക്ലിയസ് ഉണ്ടാവുന്ന ആർക്കും അറിയാത്തേ, പിന്നെന്താ, ജസ്റ്റ് വാക്യൂളും കൂടെ ഉണ്ട്, ഒരു ഫ്രീ സ്പേസും കൂടെ ഉണ്ടെന്നുള്ള കാര്യം ആലോചിച്ച് വെച്ചാൽ പോരെ. സോ ഒരു വാക്യൂളും ഉണ്ട്, അതേപോലെ തന്നെ ഒരു ന്യൂക്ലിയസും ഉണ്ടെന്നുള്ള കാര്യം എന്ത് ചെയ്യുക, ആലോചിക്കുക. ഇനി നമുക്ക് ഇവരെ താലസിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്, ഇവരെ സ്ട്രക്ചർ കുറച്ചൊരു പ്രത്യേകത ഉണ്ട്. ഗ്രീൻ ആൽഗെ പോലെയല്ല. ഗ്രീൻ ആൽഗയ്ക്ക് അങ്ങനെ പ്രത്യേകിച്ചൊരു സ്ട്രക്ചറൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല അല്ലേ. കൊളോണിയൽ ഫോം ഉണ്ട്, യൂണിസെല്ലുലാർ ആണ്, സിമ്പിളാണ്, അങ്ങനെ കാര്യമായിട്ട് പറയാനൊന്നുമില്ല. ഇവർ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആണ് കേട്ടോ. അപ്പോൾ ഇവരുടെ കേസിൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പ്രോപ്പറായിട്ടുള്ളൊരു സ്ട്രക്ചർ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. എന്താ സ്ട്രക്ചർ? ഇവിടെ ഒരു ടേം ഉണ്ട്, സബ്സ്ട്രാറ്റം എന്ന് പറഞ്ഞിട്ട്. സബ്സ്ട്രാറ്റം എന്താണ്? സബ്സ്ട്രാറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഇമാജിൻ, ഇതൊരു കല്ലിൻ്റെ മേലെയാണ് കിടക്കുന്നതെന്ന് വിചാരിക്കുക. കടലിൻ്റെ അടിയിലുള്ളൊരു കല്ലാണിത്. ഓക്കെ, ഈ കല്ലിൻ്റെ മേലെയാണ് ഈ പറഞ്ഞിട്ടുള്ള ആൽഗെ എന്ത് ചെയ്യുന്നത്, കിടക്കുന്നത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്താൽ മതി. ജസ്റ്റ് ചുമ്മാ അധികം നിങ്ങൾ കോംപ്ലിക്കേറ്റഡ് ഒന്നാക്കണ്ട, ജസ്റ്റ് ഇമാജിൻ ചെയ്യും. കല്ലിൻ്റെ മേലെയാണ് എന്ത് ചെയ്യുന്നത്, ഈ പറഞ്ഞ ആൽഗെ എന്ത് ചെയ്യുന്നത്, കിടക്കുന്നത്. നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്താൽ മതി. അപ്പോൾ ഈ ആൽഗെ എവിടെ ഇങ്ങനെ ഉണ്ടെങ്കിൽ, ഈ ആൽഗെ നിൽക്കുന്ന ഈ കല്ലാണ് എന്ത്, സബ്സ്ട്രാറ്റം എന്ന് പറയുന്നത്. ആൽഗെ എവിടെയാണോ പിടിച്ച് നിൽക്കുന്നത്, ആൽഗെ എവിടെയാണോ നിലകൊള്ളുന്നത്, അതാണെന്ത്, സബ്സ്ട്രാറ്റം എന്ന് പറയുന്നത്. ഓക്കെ, സബ്സ്ട്രാറ്റം അല്ലെങ്കിൽ സർഫസ്, അത് എവിടെയാണോ നിലകൊള്ളുന്നത് അതാണ് അതിൻ്റെ സബ്സ്ട്രാറ്റം. അപ്പോൾ ഈ സബ്സ്ട്രാറ്റത്തിനോട് ഇത് അറ്റാച്ച് ചെയ്ത് നിൽക്കണ്ടേ, കാരണം കടലിലല്ലേ, തിരമാലകളുണ്ടാവില്ലേ, തിരകളുടെ കൂടെ അങ്ങ് പോകാൻ പാടുണ്ടോ, ഇല്ലല്ലോ. എവിടെയെങ്കിലും ഒന്ന് ഉറച്ച് നിൽക്കണ്ടേ, നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് ഉറച്ച് നിൽക്കണേ എന്ന് പറഞ്ഞ പോലെ എവിടെയെങ്കിലും ഒന്ന് ഉറച്ച് നിൽക്കണ്ടേ. അങ്ങനെ ഉറച്ച് നിൽക്കാൻ വേണ്ടി ഇവർക്ക് എന്തുണ്ട്, ഒരു റൂട്ട് പോലത്തെ സ്ട്രക്ചർ ഉണ്ട്, പക്ഷെ റൂട്ടല്ല. എന്താ പേര്, ഹോൾഡ് ഫാസ്റ്റ്. കടലിൻ്റെ വലിയ തിരമാല വരിക, അപ്പോൾ ആൽഗെ പറയുക, അയ്യോ എൻ്റെ പൊന്ന് സാറേ എന്നൊന്ന് വേഗം പിടിച്ചോണേ എന്ന് പറയുക അല്ലേ, എന്നൊന്ന് വേഗം പിടിച്ചോണേ, ഹോൾഡ് ഫാസ്റ്റ്. ഓക്കെ, ആൽഗെ പണ്ട ഇംഗ്ലീഷാണ്, ഹോൾഡ് ഫാസ്റ്റ്. എന്താ പറയുന്നത്, ഹോൾഡ് ഫാസ്റ്റ്. അപ്പം ഇങ്ങനെ എന്തുണ്ടാവും, ഒരു ഹോൾഡ് ഫാസ്റ്റ് ഉണ്ടാവും. നിങ്ങൾക്ക് ആൽഗയ്ക്ക് എന്ത് ചെയ്യാൻ, ഈ പറഞ്ഞ സബ്സ്ട്രാറ്റത്തിനോട് കണക്ട് ചെയ്ത് നിൽക്കാൻ വേണ്ടി എന്തുണ്ടാവും, നിങ്ങൾക്ക് എന്തുണ്ടാവും, ഹോൾഡ് ഫാസ്റ്റ് ഉണ്ടാവില്ലേ. അതേപോലെ തന്നെ ആൽഗയ്ക്ക് ഒരു ചെടീൻ്റെ ഏകദേശം ഒരു ചെടീൻ്റെ സ്ട്രക്ചറൊക്കെയാണ് കേട്ടോ, ഏകദേശം. എന്തുണ്ട്, സ്റ്റെം എന്നൊന്നും പറയാൻ പറ്റുമോ, ഇല്ല. സ്റ്റെം എന്നൊന്നും പറയാറായിട്ടില്ല, സ്റ്റെം ഡിഫറൻസിയേഷൻ ഒന്നും ഇല്ല, നമ്മൾ ആദ്യമേ പറഞ്ഞു. പക്ഷേ ഏകദേശം ഒരു തണ്ട് പോലത്തെ സംഭവം ഉണ്ട്. അതിന് നമ്മൾ എന്താ വിളിക്കുക, സ്റ്റൈപ്പ് എന്നാ വിളിക്കുക, സ്റ്റൈപ്പ്. അപ്പോൾ കല്ലിനോട് പിടിച്ചു നിൽക്കാൻ ഹോൾഡ് ഫാസ്റ്റ് ഉണ്ട്, മേലെ സ്റ്റോക്ക് ബോൾ സ്ട്രക്ചർ ആയിട്ടുള്ള സ്റ്റൈപ്പ് ഉണ്ട്. അതേപോലെ ലീഫ് പോലത്തെ ഒരു സ്ട്രക്ചർ ഉണ്ട്. ലീഫാണോ, അല്ലേ, ലീഫല്ല. പക്ഷേ ലീഫ് പോലത്തെ എന്ത് ചെയ്യാം, ഒരു സ്ട്രക്ചർ ഉണ്ടാവാം. ലീഫല്ല, പക്ഷേ ലീഫ് പോലത്തെ ഒരു സ്ട്രക്ചർ എന്ത് ചെയ്യാം, ഉണ്ടാവാം. അതിനെന്താ പറയുന്നത്, ഫ്രോണ്ട് എന്നാണ് പറയുന്നത്, ഫ്രോണ്ട്. അപ്പോൾ ഒരു ഫ്രോണ്ട് ഉണ്ടാവും. അതേപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഹോൾഡ് ഫാസ്റ്റ് ഉണ്ടാവും. എന്തൊക്കെയുണ്ടാവുക, ഒരു ഫ്രോണ്ട്. ഇതാണ് എന്ത്, ഫ്രോണ്ട് എന്ന് പറയുന്നത്, FORND. ഒരു ഫ്രോണ്ട് ഉണ്ടാവും. പിന്നെ ഇവിടെ സബ്സ്ട്രാറ്റത്തിനോട് ഒട്ടി നിൽക്കണ്ടേ, അതിനാരുണ്ട്, ഒരു ഹോൾഡ് ഫാസ്റ്റ് ഉണ്ടാവും. ഞാൻ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് നിങ്ങൾ മറന്നു കണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ പേരുകളൊക്കെ. പിന്നെ എന്തുണ്ടാവും, ഒരു സ്റ്റോക്ക് പോലത്തെ സ്ട്രക്ചർ ഉണ്ടാകും, നമ്മൾ സ്റ്റൈപ്പ് എന്ന് വിളിച്ചു. ഓക്കെ, ക്ലിയർ. ഇതാണ് ഫിഗർ, നിങ്ങളുടെ NCERT-നകത്തുള്ള ഫിഗറാണ്. അല്ല, ഇത് നിങ്ങൾ NCERT-നകത്തുള്ള ഫിഗർ അല്ല കേട്ടോ, ഇത് ആക്ച്വലി നോട്ട് ഷുവർ, ഇത് ഐ ഡോണ്ട് റിമെമ്പർ. ബട്ട് എനിവേസ് ഇതാണ് ഇതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. യു ഹാവ് എ ഹോൾഡ് ഫാസ്റ്റ്. ഞാൻ വരച്ച പോലെയൊക്കെ ആയല്ലേ. യു ഹാവ് എ സ്റ്റൈപ്പ് ആൻഡ് യു ഹാവ് എ ഫ്രോണ്ട് അല്ലേ. പല രീതിയിലുണ്ടാവാം. ഇത് എന്താ പറയുക, ബ്രാഞ്ച്ഡ് ആയിരിക്കാം ചില കേസിൽ. കണ്ടോ, ഇവിടെയൊക്കെ എന്താണ്, ബ്രാഞ്ച്ഡ് ആണ്. ഇവിടെ എയർ ബ്ലാഡേഴ്സ് ഒക്കെ കാണുന്നുണ്ട്. ഇവിടെ കുറച്ചും കൂടെ ബ്രാഞ്ച്ഡ് ആണ്. ഇവിടെ ഫസ്റ്റ് ഫിഗറിൽ അധികം ബ്രാഞ്ചിങ് ഒന്നും ഇല്ല. സെക്കൻഡ് ഫിഗറിൽ എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ചും കൂടെ ബ്രാഞ്ചിങ് ഉണ്ട്. തേർഡ് ഫിഗറിലേക്ക് വരുമ്പോൾ നല്ലോണം ബ്രാഞ്ച്ഡ് ആണ്. അങ്ങനെ പല രീതിയിലും എന്ത് ചെയ്യാം, നമ്മൾ ഈ പറഞ്ഞ ആൽഗേൻ്റെ സ്ട്രക്ചർ പോവാം. ഓക്കെ, ഇനി ഇവരെ റീപ്രൊഡക്ഷനെ പറ്റി പറയുകയാണെങ്കിലോ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ കാണിക്കുന്നുണ്ട് ബൈ ഫ്രാഗ്മെൻറ്റേഷൻ, ഒരു വ്യത്യാസമില്ല. അസെക്ഷൽ റീപ്രൊഡക്ഷൻ കാണിക്കുന്നുണ്ട് ബൈ സൂസ്പോർട്സ് ഫ്ലജല്ലേറ്റ് ആണ്. അവർക്ക് ഫ്ലജല്ല ഉണ്ട്, ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ. ഇവിടെ 2 ഫ്ലജല്ലയാണുള്ളത്. ഇത് രണ്ടാമത്തെ ഗ്രൂപ്പ് അല്ലേ, ബ്രൗൺ ആൽഗെ എന്ന് പറയുമ്പോൾ നമ്മൾ പഠിക്കുന്ന രണ്ടാമത്തെ ഗ്രൂപ്പ് അല്ലേ. സോ ഒബ്വിയസ്ലി ഇവർക്ക് എന്തുണ്ട്, 2 ഫ്ലജല്ല ഉണ്ട്. അങ്ങനെ നല്ല ചോദിച്ചാൽ പോരെ. സോ സൂസ്പോർട്സിന് എന്തുണ്ട്, 2 ഫ്ലജല്ല ഉണ്ട്. ഓക്കെ, ഒരു പിയർ ഷേപ്ഡ് ആയിരിക്കും. പിയർ എന്ന് പറഞ്ഞൊരു ഫ്രൂട്ട് അറിയോ, പിയർ ഓർ പെയർ
ലെയറോ വടവോ യു പ്രൊനൗൺസ്, അതിനെന്തുണ്ട്, ഇങ്ങനത്തെ ഒരു ഷേപ്പല്ലേ ഉള്ളത്. എന്തുണ്ട്, അഫ്കോഴ്സ് 2 ഫ്ലജലിയും ഉണ്ട് അല്ലേ. ഈ ഫ്ലജല എന്ന് പറയുന്നത് ഒന്നെന്തായിരിക്കും വലുതായിരിക്കും, ഒന്നെന്തായിരിക്കും ചെറുതായിരിക്കും. ഇത് ഇങ്ങനെ ആയിരിക്കത്തില്ല, ലാറ്ററലി അറ്റാച്ച്ഡ് ആയിരിക്കും, അത് സൈഡിലായിരിക്കും അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിപ്പോൾ ഗ്രീൻ ആൽഗേൻ്റെ ഒരു സ്ട്രക്ചർ പോലെയല്ലേ ഞാൻ വരച്ചത്, ഇങ്ങനെ ആയിരിക്കത്തില്ല ഉണ്ടാവുക, കുറച്ചൊക്കെ സൈഡിലേക്കായിരിക്കും എന്ത് ചെയ്തിരിക്കുന്നത്, ഈ ഫ്ലജലിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. സം വേ ഈ ഒരു സൈഡിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്ന രീതിയിലായിരിക്കും ഉണ്ടാവുക. ഒന്ന് വലുതായിരിക്കും, ഒന്നെന്തായിരിക്കും ചെറുതായിരിക്കും. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി വരയ്ക്കുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് ജസ്റ്റ് അത് ഓർമ്മിക്കാൻ വേണ്ടി. ലാറ്ററലി അറ്റാച്ച്ഡ് ആണ്, അതേപോലെ തന്നെ എന്തുണ്ട്, 2 ഉണ്ട്, 2 അൺഈക്വൽ സൈസ്ഡ് ആണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി എന്തുണ്ട്, സെക്ഷൽ റീപ്രൊഡക്ഷൻ ഉണ്ട്. പറയണോ, കൂടുതൽ പറയണോ, വേണ്ട. ഐസോഗമി ഉണ്ട്, അനൈസോഗമി ഉണ്ട്, ഊഗമി ഉണ്ട്. ഇത് എന്ത് എളുപ്പമാണോ, ഒരു തവണ പഠിച്ചാൽ മതി, പിന്നെ എല്ലാ ക്ലാസ്സിലും അതങ്ങ് എഴുതി കൊടുത്താൽ പോരെ, മതി. പിന്നെ എന്താ പറയുന്നത്, ഇവിടെ ചെറിയൊരു പോയിന്റ് നിങ്ങൾ ആലോചിക്കണം. ഞാൻ പറഞ്ഞു ഈ ഗാമറ്റ്സ്, ഊഗാമറ്റ്സ് ആണെങ്കിലും അല്ലെങ്കിൽ ഊഗമി ആണെങ്കിലും അനൈസോഗമി ആണെങ്കിലും ഐസോഗമി ആണെങ്കിലും അവിടെ എന്തുണ്ട്, മെയിൽ ഗാമറ്റും ഫീമെയിൽ ഗാമറ്റും ഇല്ലേ. ഈ മെയിൽ ഗാമറ്റും ഫീമെയിൽ ഗാമറ്റും എവിടെ വെച്ചാൽ കണ്ടുമുട്ടുന്നത്, ഇവർ വെള്ളത്തിലല്ലേ കിടക്കുന്നത്. സോ ഒന്നെങ്കിൽ ഇവർക്ക് വെള്ളത്തിൽ വെച്ച് കണ്ടുമുട്ടിക്കൂടെ, വെള്ളത്തിൽ കിടക്കുന്ന പ്ലാന്റ് ആണ്, അപ്പോൾ അവർ ഗാമറ്റ്സ് എങ്ങോട്ടാണ് റിലീസ് ചെയ്യുക, വെള്ളത്തിനകത്തേക്ക്. സോ ഇവർക്ക് വെള്ളത്തിൽ വെച്ച് കണ്ടുമുട്ടിക്കൂടെ, കണ്ടുമുട്ടാം. അതല്ലാതെ വേറെ എവിടെ വെച്ച് കണ്ടുമുട്ടാം, ഊഗോണിയത്തിൽ വെച്ച് കണ്ടുമുട്ടിക്കൂടെ. ഊഗോണിയം എന്ന് പറഞ്ഞാൽ എന്താ, ഈ ഊഗമി കാണിക്കുന്ന സ്പീഷീസ് ആണെങ്കിൽ ഈ എഗ്ഗ് കിടക്കുന്ന സ്ട്രക്ചറാണ് എന്തെന്ന് പറയുന്നത്, ഊഗോണിയം എന്ന് പറയുന്നത്. എഗ്ഗ് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു വലിയ ഒരു ഫീമെയിൽ ഗാമറ്റ് ഉണ്ടാവും അല്ലേ, വലുതായിട്ടുള്ള നോൺ മൊട്ടൈലായിട്ടുള്ള ഫ്ലജലൊന്നും ഇല്ലാത്തൊരു ഫീമെയിൽ ഗാമറ്റ് ഉണ്ടാവില്ലേ, അത് കിടക്കുന്ന സ്ട്രക്ചറാണ് എന്ത്, ഊഗോണിയം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഈ പറയുന്ന എന്താ പറയുക, ഈ പറയുന്ന മെയിൽ ഗാമറ്റ് എന്ത് ചെയ്യും, ഒഴുകി വന്ന് ഊഗോണിയത്തിൻ്റെ അകത്തുനിന്ന് എന്ത് ചെയ്യാം, ഫ്യൂഷൻ നടക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഈ പോയിന്റ് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ആലോചിച്ച് വെക്കുക. അതേപോലെ ഗാമറ്റ്സിൻ്റെ സ്ട്രക്ചർ പറഞ്ഞിട്ടുണ്ട്, എഗൈൻ പ്യൂർ ഷേപ്ഡ് ആണ് അല്ലേ. നമ്മൾ മറ്റേടത്ത് അസെക്ഷൽ റീപ്രൊഡക്ഷനിൽ സൂസ്പോർട്സ് പറഞ്ഞ പോലെ തന്നെ ഇവിടെ എന്താണ്, പ്യൂർ ഷേപ്ഡ് ആണ്. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്തുണ്ട്, ഫ്ലജല്ലുണ്ട്, അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഫ്ലജല്ലുണ്ട്. ഓക്കെ, സൈഡിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ള ഫ്ലജല്ലുണ്ട്. ക്ലിയർ ആയല്ലോ, അത് ക്ലിയർ ആയല്ലോ. ഇത് ഞാൻ എന്തുകൊണ്ടാണ് കുറച്ച് സ്പീഡ് പറഞ്ഞത്, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ സ്പീഡാണെന്ന്? ഇല്ലല്ലോ, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളല്ലേ. ഇതൊക്കെ ഞാനിങ്ങനെ പതുക്കെ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കണോ, വേണ്ടല്ലോ. അഥവാ മനസ്സിലായിട്ടില്ലെങ്കിൽ ആ വീഡിയോ ഒന്ന് ബാക്കോട്ട് അടിച്ച് ഒന്നും കൂടെ കണ്ടാൽ മതി. ഓക്കെ, നമ്മൾ ഓൾറെഡി പറഞ്ഞു, കഴിഞ്ഞ ക്ലാസ്സിൽ വൃത്തിക്ക് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഇതിലും അധികവും. ഓക്കെ, അപ്പോൾ എക്സാമ്പിളാണ് ഇനി പറയാനുള്ളത്. എക്ടോകാർപ്പസ് ഓൾറെഡി പറഞ്ഞു അല്ലേ, ഫിലമെൻറ്റസ് ഫോം ആണ് എക്ടോകാർപ്പസ് എന്ന് ഓൾറെഡി പറഞ്ഞു. പിന്നെ നല്ലൊരു പേരുണ്ട്, ഓട്ട. എന്തോട്ട, ഡിക്റ്റിയോട്ട. എന്തോട്ട, ഡിക്റ്റിയോട്ട. അപ്പം ആദ്യത്തത് എക്ടോകാർപ്പസ് ഫിലമെൻറ്റസ് ഫോം ആണ്, രണ്ടാമത്തത് ഓട്ട. എന്തോട്ട, ഡിക്റ്റിയോട്ട. പിന്നെ എന്തുണ്ട്, ലാമിനാറിൻ എന്ന് ഞാൻ പറഞ്ഞില്ലേ, ലാമിനാറിയ. ഓക്കെ, സിമ്പിളാണോ പേരൊക്കെ പഠിക്കാൻ. ലാമിനാറിൻ എന്ന് പറഞ്ഞിട്ടുള്ളത് ഫുഡ് സ്റ്റോർ ചെയ്യുന്ന എന്താ വേ ആണെന്ന് നമ്മൾ പറഞ്ഞു, കോമ്പൗണ്ട് ആണെന്ന് നമ്മൾ പറഞ്ഞു. ലാമിനാറിനും മാഗ്നിറ്റോളും. അപ്പോൾ ഇവിടെ ലാമിനാറിൻ എന്ന് പറയുന്ന കൂടുതൽ ലാമിനാറിയ എന്ന് പറയുന്ന എക്സാമ്പിളും ഉണ്ടെന്ന് മനസ്സിലാക്കി വെച്ചോ, ലാമിനാറിയ. ഓക്കെ, പിന്നെ വേറൊരു എക്സാമ്പിളാണ് സർഗാസം. സർഗാസം എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരാളാണ്. എന്താണെന്നറിയോ, ഞാൻ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് എനിക്ക് ഇതേപോലെ ഒരു സെമിനാർ എടുക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സെമിനാറിന് എനിക്ക് കിട്ടിയ ടോപ്പിക്ക് ബ്രൗൺ ആൽഗയിൽ സർഗാസം ആയിരുന്നു മെയിനായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സോ സർഗാസത്തിനെ പറ്റി ഇരുന്ന് അസൈൻമെൻറ്റ് എഴുതി ഇരുന്ന് സെമിനാർ എടുത്തത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഓക്കെ, സോ സർഗാസം ഞാൻ ചെത്താലും മറക്കൂല. സോ സർഗാസം എന്താണ്, ഒരു ബ്രൗൺ ആൽഗയാണ്. ഓക്കെ, സർഗാസം ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന ആരുണ്ട്, ഫ്യൂക്കസും ഉണ്ട്. സോ ആരൊക്കെയുള്ളത്, എക്ടോകാർപ്പസ് ഉണ്ട്, ഫിലമെൻറ്റസ് ഫോം ആണ്. പിന്നെ ആരുണ്ട്, ഓട്ട. എന്തോട്ട, ഡിക്റ്റിയോട്ട. പിന്നെ ലാമിനാറിയ അല്ലേ. പിന്നെ ഫ്യൂക്കസ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. പുതുതായി ഒറ്റ ആളെ പഠിക്കാനുള്ള ആരാ, സർഗാസം. ക്ലിയർ ആയോ, ക്ലിയർ ആയോ. ഇതാണ് എന്തെന്ന് പറയുന്നത്, എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കുറച്ച് ഫിഗേഴ്സ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് ഇല്ലേ, ഇത് എന്തിൻ്റെ ഫിഗേഴ്സ് ആണ്, ബ്രൗൺ ആൽഗേൻ്റെ ഫിഗേഴ്സ് ആണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ കാണുന്ന ആൾക്കാർ ആരൊക്കെയാണ്, ആദ്യം നിങ്ങൾ കാണുന്ന ആളാണ് എക്ടോകാർപ്പസ്. ആരാ അത്, എക്ടോകാർപ്പസ്. രണ്ടാമത് നിങ്ങൾ കാണുന്ന ആൾ ആരാ ഡിക്റ്റിയോട്ടാണ് കേട്ടോ. ദിസ് ഇസ് ഡിക്റ്റിയോട്ട. ആൻഡ് ആദ്യം കാണുന്നത് ആരാണ്, എക്ടോകാർപ്പസ്. അപ്പോൾ രണ്ടാൾക്കാരെ ഞാൻ കാണിച്ചെന്നില്ലേ, ബാക്കി നിങ്ങൾ നോക്കിക്കോളൂലേ, നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. താൻ പാതി ദൈവം പാതി, അല്ലെങ്കിൽ താൻ പാതി ഞാൻ പാതി എന്നാണല്ലോ. സോ എന്ത് ചെയ്തു, ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നു, നിങ്ങൾക്ക് ഫിഗർ 2 ആൾക്കാരെ പരിചയപ്പെടുത്തുന്നു, ബാക്കി ആൾക്കാർ നിങ്ങൾ പോയി പരിചയപ്പെടാം. ഇനി മൂന്നാമത്തെ ക്ലാസ് ഉണ്ട്. ഏതാണ് മൂന്നാമത്തെ ക്ലാസ്, റോഡോഫൈസിയെ അല്ലേ, റെഡ് ആൽഗയാണ്. ഏതാണ്, റെഡ് ആൽഗയാണ്. അപ്പം നിങ്ങൾക്ക് ഇതും നിങ്ങൾക്ക് അറിയാവുന്ന കുറേ പോയിന്റ്സ് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, എന്താ റെഡ് ആൽഗയിൽ പറഞ്ഞിട്ടുള്ളത്, ഓഫ് കോഴ്സ് റെഡ് ആൽഗി എന്നാണ് പേര്, ഇത് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. പിഗ്മെൻറ്റ് പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു പഠിച്ചത്, ഫൈക്കോ എറിത്രിൻ എന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നോ, ഫൈക്കോ എറിത്രിൻ എന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. റെഡ് ആൽഗിലല്ലേ കാണുന്നത്. സോ ഒരു കുഞ്ഞ് 6, റെഡിൻ്റെ ഒരു 6 മുന്നിലിട്ടെടുത്താൽ പ്രശ്നമുണ്ടോ, അത് ആക്ച്വലി റെഡിൻ്റെ 6 അല്ല, പക്ഷെ എന്നാലും നിങ്ങൾ അങ്ങനെ ആലോചിച്ച് വെച്ചോ പഠിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, റെഡ് ആൽഗിയാണ്. സോ 6 ഫൈക്കോ എറിത്രിൻ. എന്ത് ഫൈക്കോ എറിത്രിൻ, 6 ഫൈക്കോ എറിത്രിൻ. ഓക്കെ, ഇതും കടലിൽ തന്നെയല്ലേ കൂടുതൽ കാണുന്നത്, മെറൈൻ ഏരിയാസിലല്ലേ കൂടുതൽ കാണുന്നത്. സോ അതും അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ആദ്യത്തേതാണ് ക്ലോറോഫൈസി ആണ് പൊതുവേ ഫ്രഷ് വാട്ടറിൽ കാണുക കുറച്ചും കൂടെ. ബാക്കി രണ്ടും എവിടെയാണ് കാണുക, മെറൈൻ വാട്ടറിലാണ് കൂടുതലായിട്ട് നിങ്ങൾക്ക്
നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുക. ഇനി ഈ കടൽ, മെറൈൻ വാട്ടർ എന്ന് പറഞ്ഞാൽ കടലാണല്ലോ, കടലിൻ്റെ വെളിച്ചം തട്ടുന്ന ഭാഗം, അതായത് സർഫസിലും കാണാൻ പറ്റും. അതേപോലെ കടലിൻ്റെ അങ്ങ് താഴെ അല്ലേ, വെളിച്ചമൊന്നും തട്ടാത്ത അങ്ങ് താഴെ ഇരുട്ടിലും നിങ്ങൾക്ക് ആരെ കാണാൻ വേണ്ടി പറ്റും? ഈ റെഡ് ആൽഗേനെ കാണാൻ വേണ്ടിയിട്ട് പറ്റും അല്ലേ. അപ്പം നല്ല ലൈറ്റഡ് ആയിട്ടുള്ള റീജൻസിൽ, സർഫസിലേക്കുള്ള ലൈറ്റഡ് ആയിട്ടുള്ള റീജൻസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ ഭയങ്കര ഡെപ്തിലും, അതായത് ഭയങ്കര ഡെപ്തിലല്ല എന്നാലും കമ്പാരിറ്റീവ്ലി ഒരു കുറച്ച് നല്ല ഡെപ്തിൽ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ഈ പറഞ്ഞ റെഡ് ആൽഗേനെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഫുഡ് സ്റ്റോർ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറയണോ? വേണ്ടല്ലോ. ഫ്ലോറിഡിയൻ സ്റ്റാർച്ചിൻ്റെ ഫോമിലല്ലേ ഫുഡ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അങ്ങ് ഫ്ലോറിഡയിൽ നിന്ന് വന്ന സ്റ്റാർച്ച് ഞാൻ പറഞ്ഞതെന്ന് ഓർമ്മയുണ്ടോ? അപ്പം ഈ ഫ്ലോറിഡിയൻ സ്റ്റാർച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കോമ്പൗണ്ട് ഉണ്ട്, ഗ്ലൈക്കോജൻ. കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? ഗ്ലൂക്കോസ് എന്നൊക്കെ പറയുന്ന പോലെ ഇല്ലേ കുറച്ചൊക്കെ ഗ്ലൈക്കോജൻ എന്ന് പറയാൻ വേണ്ടിയിട്ട് അല്ലേ. ഗ്ലൈക്കോജൻ അതേപോലെ അമൈലോപെക്റ്റിൻ എന്നൊക്കെ പറഞ്ഞാൽ വേറെ കുറച്ച് കോമ്പൗണ്ട്സ് ഒക്കെ ഉണ്ട്. അതുമായിട്ട് കുറച്ച് സ്ട്രക്ചറൽ സിമിലാരിറ്റി കാണിക്കുന്ന ആളാണ് ആര്? ഫ്ലോറിഡിയൻ സ്റ്റാർച്ച് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അതൊന്നും ആലോചിച്ച് വെച്ചിട്ടില്ലെങ്കിലും സാരമില്ല, ഫ്ലോറിഡിയൻ സ്റ്റാർച്ച് ആണെന്ന് അറിയാലോ, അത് മതി. അവിടെ വെച്ചോ. അടുത്തതാരാ? വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ, അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ, സെക്ഷുവൽ റീപ്രൊഡക്ഷൻ. പ്രത്യേകിച്ച് പറയണോ? നിങ്ങളൊന്ന് നോക്കിക്കേ, നിങ്ങൾ വായിച്ചെന്നേ എനിക്ക്. കമോൺ വായിക്കേ. വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ എങ്ങനെയാണ് കാണിക്കുന്നത്? കറക്റ്റ്, ഫ്രാഗ്മെൻറ്റേഷൻ്റെ ഫോമിലാണ് കാണിക്കുന്നത്, വേറൊന്നുമില്ല. അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ എങ്ങനെയാണ് കാണിക്കുന്നത്? സ്പോർട്സ്. പക്ഷേ സ്പോർട്സിൽ ഒരു പ്രത്യേകത ഉണ്ടല്ലോ. എന്താ പ്രത്യേകത? അവർ നോൺ മോട്ടൈലാണ്, നീങ്ങാൻ പറ്റൂല, ഫ്ലജല്ല ഇല്ല അല്ലേ. ബാക്കി 2 ആൾക്കാരിൽ നമ്മൾ എന്ത് ചെയ്തു? ഫ്ലജല്ല പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്ലോറോഫൈസിയയിൽ 2 മുതൽ 8 വരെ ഫ്ലജല്ല, ഈക്വൽ ആയിട്ടുള്ള 2 മുതൽ 8 വരെ ഫ്ലജല്ല എപ്പിക്കൽ പൊസിഷനിലായിരിക്കും എന്ന് പറഞ്ഞു. ഫിയോഫൈസിയിൽ വന്നപ്പോൾ എന്ത് പറഞ്ഞു? 2 ഫ്ലജല്ലേ ഉള്ളൂ, അവർ അൺഈക്വൽ ആയിരിക്കും അല്ലെ, ലാറ്ററലി പൊസിഷനിലായിരിക്കും എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ടേബിൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ആ ടേബിളിൽ 3ാമത്തെ വരിയിൽ നമ്മൾ പറഞ്ഞപ്പോൾ ആബ്സെൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, ഫ്ലജല്ല ഇല്ലാത്ത ആൾക്കാർക്ക് നീങ്ങാൻ പറ്റുമോ? കോമൺ സെൻസ് അല്ലേ, നോൺ മോട്ടൈലാണ്. അതേപോലെ തന്നെ സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ കേസിൽ നമ്മളെ ഗാമെറ്റ്സും എന്താണ്? നോൺ മോട്ടൈലാണ്. ഗാമെറ്റ്സിനും എന്ത് ചെയ്യാൻ പറ്റില്ല? നീങ്ങാൻ പറ്റില്ല. സോ ബേസിക്കലി ഇവിടെ ഐസോഗമി അനൈസോഗമി എന്നൊക്കെ പറയുന്നതിനേക്കാൾ കൂടുതൽ ഊഗമിയാണ് എന്ത് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ആ കാര്യം കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്ന് ആലോചിച്ച് വെക്കണം. ഇനി എന്താ പോയിന്റ് നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളത്? എക്സാമ്പിൾ. ഏതൊക്കെ എക്സാമ്പിൾസ്? പോളിസൈഫോണിയ, പോർഫൈറ, ഗ്രാസിലേറിയ, ജലീഡിയം. ഇതിൽ ആരാ പുതിയത്? പോളിസൈഫോണിയ അല്ലേ. ബാക്കി എല്ലാവരും നിങ്ങൾക്ക് അറിയില്ലേ? പോർഫൈറിനെ അറിയില്ലേ? കാണിച്ചു തന്നില്ലേ? ഫുഡായിട്ട് ഉപയോഗിക്കുന്നു പറഞ്ഞിട്ട് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഗ്രാസിലേറിയയും ജലീഡിയവും വളരെ ഇമ്പോർട്ടൻ്റ് അല്ലേ. അതിനകത്ത് എന്താ ഉണ്ടാക്കുന്നത്? ഗ്രാസിലേറിയയിൽ നിന്നും ജലീഡിയത്തിൽ നിന്നും ഞാൻ പഠിപ്പിച്ചു തന്നതാണ്, പറഞ്ഞില്ലെങ്കിൽ വളരെ മോശമാണ് കേട്ടോ. എന്താ ഉണ്ടാക്കിയിട്ടുള്ളത്? മറന്നുപോയോ? കുഴപ്പമില്ല, ഒന്ന് റിവൈസ് ചെയ്താൽ പോരെ. നിങ്ങൾ നോട്ടൊന്ന് മറിച്ചിട്ട് നോക്കിക്കേ, നിങ്ങൾ നോട്ട്സ് എഴുതുന്നവരല്ലേ, ഒന്ന് മറിച്ചിട്ട് നോക്കിക്കേ. എന്താ ഉണ്ടാക്കുന്നത് അതിനകത്ത് നിന്ന്? എന്താ ഉണ്ടാക്കുന്നത്? നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എന്താ ഉണ്ടാക്കുന്നത്? ഞാൻ പറയത്തില്ല, ഞാൻ പറഞ്ഞു തന്ന കാര്യമാണ്. ഓക്കെ, നിങ്ങൾ തന്നെ പറയണം, കമൻറ്റ് ചെയ്യാറുന്നവർ. ഓക്കെ, എന്താ ഉണ്ടാക്കുന്നതെന്ന് പറയും. ഓക്കെ, അപ്പോൾ കാണാത്ത ആളാരാ? പോളിസൈഫോണിയ. ഇനിയിപ്പോൾ കണ്ടില്ല എന്നൊരു പരാതി വേണ്ട, കാണിച്ചു തന്നേക്കാം. ഇതാണ് നമ്മളെ താരം. ദിസ് ഇസ് അവർ പോളിസൈഫോണിയ എന്ന് പറയുന്ന ആൾ. പോളിസൈഫോണിയ. ഇത് മിസ്സേ ഇത് റെഡാണോ എന്ന് ചോദിക്കരുത്. ഇതൊക്കെയാണ് റെഡ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ നല്ല കടുത്ത റെഡൊന്നും ആയിരിക്കത്തില്ല, കുറച്ചൊക്കെ റെഡ് പിഗ്മെൻറ്റ്സ് ഉള്ളതുകൊണ്ട് ഏകദേശം ഒരു പിങ്ക് കളറിലൊക്കെ വരും. പക്ഷേ ബേസിക്കലി ഇത് റെഡിൻ്റെ ഷെയ്ഡായിട്ട് വരുമല്ലോ. സോ അതുകൊണ്ട് ഇതെന്താണ്? പോളിസൈഫോണിയ. ഇത് ആക്ച്വലി സംഭവം നമ്മുടെ മൈക്രോസ്കോപ്പിൽ നോക്കുമ്പോൾ കാണുന്ന ഒരു ഇമേജാണ് കേട്ടോ. ഓക്കെ, എന്തായാലും ഇത്രയാണ് എന്തെന്ന് പറയുന്നത് ആൽഗേനെ പറ്റി നമുക്ക് പറയാനുള്ളത്. ഇതിൽ കൂടുതൽ നമുക്കൊന്നും പറയാനില്ല. ക്ലാസിഫിക്കേഷനും പറഞ്ഞു, നമ്മൾ ആ ഒരു കോൺസെപ്റ്റ് എന്ത് ചെയ്തു അവിടെ വെച്ച് തീർത്തു. ആ ടേബിൾ ഞാൻ ഇപ്പോൾ പഠിപ്പിച്ചത് എന്തിനാണെന്ന് മനസ്സിലായോ? ടേബിൾ പഠിച്ചാൽ ഇത് 3 സിമ്പിളായിട്ട് എഴുതിക്കൂടെ. നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളതുകൊണ്ടാണ് ഞാനും എന്ത് ചെയ്തിട്ടുള്ളത്, സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. ഒരു പോയിന്റും വിട്ടുപോകണ്ടെന്ന് വിചാരിച്ചിട്ട്. ഓക്കെ, ബേസിക്കലി നിങ്ങൾ ആ ടേബിൾ പഠിച്ചിട്ട് പോവുക, എക്സ്ട്രാ ആയിട്ട് എന്തൊക്കെ പോയിന്റ്സ് ഉണ്ടെന്ന് നോട്ട് ചെയ്യുക, അത്രയേ ഉള്ളൂ. ഓക്കെ, now moving on to our next class. ഏതാ നമ്മളെ നെക്സ്റ്റ് ക്ലാസ്? നമ്മുടെ അടുത്ത ക്ലാസ് ഏതാണ്? ബ്രയോഫൈറ്റ്സ്. അടുത്ത ഗ്രൂപ്പ് നമ്മൾ 5 ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്തില്ലേ, അതിൽ ആൽഗെ കഴിഞ്ഞില്ലേ, രണ്ടാമൻ ആരാ? ബ്രയോഫൈറ്റ്സ്. നിങ്ങളെ 3.2 എന്ന് പറയുന്ന സെക്ഷനാണ് ബ്രയോഫൈറ്റ്സ്. ആരാണ്? ബ്രയോഫൈറ്റ്സ്. പിക്ചർ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ടും ആൽഗേനേക്കാളും കുറച്ചും കൂടെ ഡെവലപ്ഡ് ആയിരിക്കില്ലേ ഇവന്മാർ? ഡെവലപ്ഡ് ആണ്. നമുക്ക് ഇവരെ പറ്റി ഒന്ന് നോക്കിയാലോ? സിമ്പിളാട്ടോ, കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നുമില്ല. പൊതുവേ ഞാൻ നിങ്ങൾക്ക് പിക്ചർ തുടക്കത്തിൽ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു, ഒരു കുട്ടി മുങ്ങി നിൽക്കുന്ന പിക്ചർ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതെന്തായിരുന്നു? ആൽഗെ ആയിരുന്നു. അതിനുശേഷം ഒരു മാറ്റ് പോലെ അല്ലേ, കല്ലിൻ്റെ മേലേക്ക് ഒരു മാറ്റ് പോലെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതെന്താണ്? നമ്മുടെ ബ്രയോഫൈറ്റ് ആണ്. നമുക്ക് നോക്കിയാലോ ഡീറ്റെയിൽ ആയിട്ട്? ഓക്കെ, നോക്കാം. ബ്രയോഫൈറ്റ് എന്ന് പറയുന്നത് മെയിൻലി ഇവർ നമുക്കൊരു ഒരു സവിശേഷത അല്ലെങ്കിൽ ഒരു ടേം ഉണ്ട്, അല്ലെങ്കിൽ ഒരു സെൻറ്റൻസ് ഉണ്ട് നമ്മൾ ഇവരെ പറയാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. എന്തായത്? ആംഫിബിയൻസ് ഓഫ് ദ പ്ലാന്റ് കിങ്ഡം. വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. എന്ത്? ആംഫിബിയൻസ് ഓഫ് ദ പ്ലാന്റ് കിങ്ഡം എന്ന് ടോപ്പിക്കല്ല, കോൺസെപ്റ്റാണ്. എന്ത്? ആംഫിബിയൻസ് ഓഫ് ദ പ്ലാന്റ് കിങ്ഡം എന്ന് പറയുന്നത്. ആംഫിബിയൻസ് എന്ന് പറഞ്ഞാൽ ആരാ? നിങ്ങൾ ആനിമൽ കിങ്ഡം പഠിച്ചിട്ടുള്ളവരാണോ?
പഠിച്ചിട്ടുള്ളവരല്ലേ നിങ്ങൾ കുറച്ച് ഐഡിയ എന്തായാലും നിങ്ങൾക്ക് ഉണ്ടാവുമല്ലോ. ആംഫിബിയൻസ് എന്ന് പറഞ്ഞാൽ ആരായിരുന്നു? വെള്ളത്തിലും കരയിലും ജീവിക്കുന്ന ആൾക്കാരായിരുന്നു ആംഫിബിയൻസ് അല്ലേ. ആംഫിബിയൻസ് ഉണ്ടായിരുന്നു, റെപ്റ്റൈൽസ് ഉണ്ടായിരുന്നു അല്ലേ, അതേമാതിരി മാമൽസ് ഉണ്ടായിരുന്നു, ബേർഡ്സ് ഉണ്ടായിരുന്നു അല്ലേ. ഇങ്ങനത്തെ ആൾക്കാരൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിരുന്നു. അതിൽ ആംഫിബിയൻസ് എന്ന് പറഞ്ഞാൽ ആരായിരുന്നു? വെള്ളത്തിലും ജീവിക്കാം കരയിലും ജീവിക്കാം, കുറച്ച് വെള്ളത്തിലും കുറച്ച് കരയിലായിട്ട് നിൽക്കുന്നത് മറ്റേ കുളം കര ആ ടീംസാണ് എന്ത് ആംഫിബിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ ഈ ബ്രയോഫൈറ്റ്സിന് എന്തുകൊണ്ടായിരിക്കും ആംഫിബിയൻസ് എന്ന് പറയുന്നത്? നിങ്ങൾക്കറിയാം ചെടികളാണ്, അവർക്ക് നടന്നു പോകാനോ കുറച്ച് നേരം വെള്ളത്തിൽ നിൽക്കുക, പിന്നെ കുറച്ച് നേരം കരയിൽ നിന്ന്, പിന്നെ കുറച്ച് നേരം വെള്ളത്തിൽ നിന്ന്, അങ്ങനെ കഴിവുണ്ടോ? ഇല്ലല്ലോ. അവർക്ക് മൂവ്മെൻറ്റിനുള്ള കഴിവില്ലല്ലോ. ഐ മീൻ ഓഫ്കോഴ്സ് കുറച്ച് ചെറിയ തോതിലുണ്ടാവാം, പക്ഷെ അവർക്ക് ഇങ്ങനെ ട്രാൻസ്പോർട്ടേഷൻ പറ്റുമോ ആനിമൽസിനെ പോലെ? ഇല്ലല്ലോ. സോ ഒബ്വിയസ്ലി അവർ കുളംകര കളിക്കുന്ന ടീംസ് അല്ല. പിന്നെ എന്തുകൊണ്ടാണ് അവർ നമ്മൾ ആംഫിബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം എന്ന് പറയുന്നത്? സംഭവം ഇത്രയേ ഉള്ളൂ, ഇവരധികവും നനവ് കൂടുതലുള്ള സ്ഥലങ്ങളിലാണ് കാണുക, മോയ്സ്റ്റ് സ്ഥലങ്ങളിലാണ് കാണുക. ഓക്കെ, വെള്ളത്തിൻ്റെ പ്രസൻസ് ഉള്ള. എന്തിനാണ് ഇവർക്ക് വെള്ളം? റീപ്രൊഡക്ഷൻ്റെ മാത്രമാണ് ഇവർക്ക് ശരിക്കും വെള്ളത്തിൻ്റെ ആവശ്യം. അല്ലാണ്ട് ഇവർ വെള്ളത്തിൽ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരല്ല. അതായത് ഇവർക്ക് ജീവിക്കാൻ വേണ്ടി എന്തിൻ്റെ ആവശ്യമില്ല? വെള്ളത്തിൻ്റെ ആവശ്യമില്ല. പക്ഷേ റീപ്രൊഡക്ഷന് വേണ്ടി എന്തുണ്ട്? വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. സോ നമ്മളിവർ എന്താ വിളിക്കുക? ആംഫിബിയൻസ് ഓഫ് ദ പ്ലാന്റ് കിങ്ഡം എന്നാണ് വിളിക്കുക. ക്ലിയർ ആയോ? അതായത് ഇവർ ജീവിക്കുന്നത് മണ്ണിലാണെങ്കിലും ഇവർക്ക് വെള്ളം ആവശ്യമാണ്. എന്തിനു വേണ്ടിയിട്ട്? സെക്ഷുവൽ റീപ്രൊഡക്ഷന് വേണ്ടിയിട്ട്. ആ പോയിന്റ് ക്ലിയർ ആയോ? അതുകൊണ്ട് തന്നെ കുറച്ച് നനവുള്ള, കുറച്ച് ഷെയ്ഡൊക്കെ ഉള്ള, കുറച്ച് തണുപ്പ് അല്ലെങ്കിൽ മോയ്സ്ചറൊക്കെ ഉള്ള ഒരു സ്ഥലത്താണ് ഇവർ ജീവിക്കുക. അതേപോലെ ഇവിടെ ഒരു ടേം തന്നിട്ടുണ്ട്. ഇതൊക്കെ അധികം ആൾക്കാരങ്ങനെ ശ്രദ്ധിക്കാതെ വിടുന്നൊരു ടേമാണ് കേട്ടോ, പ്ലാന്റ് സക്സഷൻ എന്ന് പറയുന്നത്. പ്ലാന്റ് സക്സഷൻ, ഞാൻ ഈ പ്ലാന്റ് സക്സഷൻ കേൾക്കുന്നത് തന്നെ എൻ്റെ പ്ലസ് ടുവിലൊന്നും ഞാനിത് കേട്ടിട്ടില്ല. അന്നും ഈ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഇതൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഞാനൊന്നും ശ്രദ്ധിച്ചിട്ടില്ല, അല്ലെങ്കിൽ എന്നെ ആരും പഠിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. പ്ലാന്റ് സക്സഷൻ എന്ന് പറഞ്ഞാൽ എന്താ? കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഞാൻ കോംപ്ലിക്കേറ്റഡ് ഒന്നും ആക്കുന്നില്ല. സിംപ്ലി പറയുകയാണെങ്കിൽ നിങ്ങൾ വിചാരിക്കും പണ്ട് ഭൂമിയിൽ ഈ മരങ്ങളൊക്കെ ഉണ്ടായിരുന്നോ? ഇല്ലല്ലോ. ഭൂമി വെറും കല്ലും മണ്ണും ആയിരുന്നില്ലേ? കടലും ആയിരുന്നു, കല്ലും മണ്ണും ഒക്കെ ആയിരുന്നില്ലേ? സോ ഈ കല്ലുകളുടെ മേലേക്ക് എന്ത് ചെയ്തു? പതുക്കെ പ്ലാന്റ്സ് ഒക്കെ ഡെവലപ്പ് ചെയ്ത് വന്നില്ലേ? അപ്പോൾ തുടക്കത്തിൽ തന്നെ വലിയ മരമാണോ ഡെവലപ്പ് ചെയ്തത്? അല്ലല്ലോ. ചെറിയ പ്ലാന്റ്സ് ഡെവലപ്പ് ചെയ്തു. ആ ചെറിയ പ്ലാന്റ്സിൽ നിന്ന് ആ ചെറിയ പ്ലാന്റ്സ് മരിച്ചപ്പോൾ അത് വളമായി മാറി, അതിൽ നിന്ന് വലിയ പ്ലാന്റ്സ് ഉത്ഭവിക്കുകയല്ലേ ചെയ്തത്? എവല്യൂഷൻ വഴി വലിയ പ്ലാന്റ്സ് ഒക്കെ ഉത്ഭവിച്ച് വരികയല്ലേ ചെയ്തത്? അപ്പോൾ അതിനാണ് എന്ത് ചെയ്യുന്നത്? പ്ലാന്റ് സക്സഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു ഏരിയ ഉണ്ടെങ്കിൽ ആ ഏരിയയിലുള്ള നിലവിൽ നിലകൊള്ളുന്ന ഒരു പ്ലാന്റ് ഇല്ലാതാവുകയും അല്ലെങ്കിൽ ആ പ്ലാന്റിൻ്റെ എണ്ണം കുറയുകയും മറ്റൊരു പ്ലാന്റ് എന്ത് ചെയ്യുക? അതിനെ റീപ്ലേസ് ചെയ്യുകയും ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്ലാന്റ് സക്സഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വലിയൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തരട്ടെ. ജുറാസിക് പാർക്ക് സിനിമ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? അല്ലെങ്കിൽ ഐസ് ഏജ് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഐസ് ഏജിലും ജുറാസിക് പാർക്കിലൊക്കെ കഥാപാത്രങ്ങളെ മാത്രമല്ലടോ നോക്കണ്ടേ, ആ പ്ലാന്റ്സിനെ നോക്കണം. ഡയറക്ടർ ബ്രില്യൻസ് നമ്മൾ നോക്കണ്ടേ? ആ സമയത്ത് ഏതെങ്കിലും ഒരു ചെടി നിങ്ങൾക്ക് ആൻജിയോസ്പംസ് ഉണ്ടാവാം കുറച്ചൊക്കെ, പക്ഷേ മോസ്റ്റ്ലി നിങ്ങൾ എന്താ കാണുക? ചുറ്റും ജിംനോസ്പംസാണ് കാണുക. ജിംനോസ്പംസാണോ കാണുക? ഐസ് ഏജിലാണെങ്കിലും അതേപോലെ തന്നെ ജുറാസിക് പാർക്കിലാണെങ്കിലും ഒക്കെ നിങ്ങൾ എന്താ കാണുക? ജിംനോസ്പംസാണ് കാണുക. അപ്പോൾ ആ സമയത്ത് ജിംനോസ്പംസ് എന്ന് പറയുന്ന ഗ്രൂപ്പ് എന്തായിരുന്നു? ഭയങ്കര വൈഡായിരുന്നു. ആ സമയത്ത് അവരായിരുന്നു ഭൂമി വാഴ്ന്നുകൊണ്ടിരുന്നത് അല്ലേ? ഭൂമി ഭരിച്ചുകൊണ്ടിരുന്നത് ആരായിരുന്നു? പ്ലാന്റ്സിൻ്റെ മേഖലയിൽ ജിംനോസ്പംസ് ആയിരുന്നു. ആൻജിയോസ്പംസ് കുറവാണ്. പക്ഷേ ഇപ്പം നിങ്ങൾ ആരെയാ പുറത്ത് നോക്കിയാൽ കാണുക? ആൻജിയോസ്പംസ് അല്ലേ? ചുറ്റും ആൻജിയോസ്പംസ് അല്ലടോ, ജിംനോസ്പംസ് കുറഞ്ഞില്ലേ? സോ ആൻജിയോസ്പംസിൽ നിന്ന് ജിംനോസ്പംസിലേക്ക് ഒരു മാറ്റം വന്നു അല്ലേ? ജിംനോസ്പംസിൽ നിന്ന് ആൻജിയോസ്പംസിലേക്ക് ഒരു മാറ്റം വന്നു, ശരിയല്ലേ? ജിംനോസ്പംസ് എന്തായി? കുറഞ്ഞു. ആൻജിയോസ്പംസ് എന്ത് ചെയ്തു? അവിടെ റീപ്ലേസ് ചെയ്തു. അപ്പോൾ അവിടെ ഒരു സക്സഷൻ നടന്നോ? അവിടെ ഒരു പ്ലാന്റ് സക്സഷൻ നടന്നോ? അപ്പോൾ ഇതിനാണ് ഒരു എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത്, പ്ലാന്റ് സക്സഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആൽഗകളിൽ നിന്ന് പതുക്കെ എന്തായി? ബ്രയോഫൈറ്റ്സിലേക്ക് എന്ത് ചെയ്തു? മാറി. സോ അങ്ങനെ അതുകൊണ്ട് തന്നെ പ്ലാന്റ് സക്സഷൻ, ബെയർ റോക്ക് അല്ലെങ്കിൽ സോയിൽ, അതായത് കാലിയായി കിടക്കുന്ന റോക്കിലും സോയിലും ഒക്കെ കുഞ്ഞു പ്ലാന്റ്സ് ഒക്കെ ഉണ്ടായിട്ടാണ് എന്ത് ചെയ്യുന്നത്? പിന്നെ വലിയ പ്ലാന്റ്സ് ഒക്കെ എന്ത് ചെയ്തത്? ഉണ്ടായത്. അപ്പോൾ ഈ കുഞ്ഞു പ്ലാന്റ്സ് അല്ലേ ഈ ബ്രയോഫൈറ്റ്സ് എന്ന് പറയുന്നത്? കുഞ്ഞു പ്ലാന്റ്സ് അല്ലേ? അപ്പോൾ ഇവരെന്ത് ചെയ്തിട്ടുണ്ട്? ഈ പറഞ്ഞ പ്ലാന്റ് സക്സഷനിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അതാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. പിന്നെ എന്താ? ഈ ബ്രയോഫൈറ്റ്സിൻ്റെ ബോഡി ഞാൻ പറഞ്ഞ പോലെ കുറച്ചും കൂടെ ഡെവലപ്ഡ് ആണ് ആൽഗിയനേക്കാളും. കുറച്ചും കൂടെ റൂട്ട് പോലെയും സ്റ്റെമ്മ് പോലെയും ലീഫ് പോലെയുള്ള സ്ട്രക്ചറൊക്കെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷേ പക്കാ റൂട്ടും ലീഫും കാണുമോ? നമുക്ക് നോക്കാം. അപ്പോൾ അതേ കാണത്തില്ല, ബട്ട് നമുക്ക് നോക്കാം. ഇനി ഫസ്റ്റ് ഒരു പോയിന്റ് അവിടെ എഴുതിയിട്ടുണ്ട്. ഞാൻ എന്തുകൊണ്ടാണ് അത് സ്കിപ്പ് ചെയ്തേ? എന്താ ഇത്? അഫ്കോഴ്സ് മോയ്സ്റ്റ് ഷെയ്ഡഡ് ഏരിയാസിലാണ് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഒരു പോയിന്റ് ഞാൻ സ്കിപ്പ് ചെയ്തു അല്ലേ? മോസസും ലിവർ വേർഡ്സും ആയിട്ട് തിരിച്ചിട്ടുണ്ടെന്നുള്ള ഞാൻ സ്കിപ്പ് ചെയ്തു. അത് നമുക്ക് ലാസ്റ്റിലേക്ക് പറയാം കേട്ടോ. ഇപ്പം ഞാൻ പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കുന്നില്ല, നമുക്ക് ലാസ്റ്റിലേക്ക് പറയാം. ഇനി നമുക്ക് ഇവരെ ബോഡി നോക്കിയാലോ? ഇവരെ ബോഡീനെ നമ്മൾ താലസ് തന്നെയാണ് പറയുക. പക്ഷേ താലസ് എന്നുള്ളതിനേക്കാളും താലസ് ലൈക്ക് എന്നാണ് പറയുക. അതായത് മുഴുവനായി താലസ് എന്ന് പറഞ്ഞാൽ അത് ആൽഗ ആയിപ്പോയില്ലേ? എന്നാൽ മുഴുവനായിട്ട് ഒരു വലിയ ട്രീൻ്റെ ബോഡി ആയിട്ടുണ്ടോ? ഇല്ലാന്താനും. അപ്പോൾ ഇത് രണ്ടിൻ്റെ ഇടയിലല്ലേ? അതുകൊണ്ട് നമ്മൾ താലസ് ലൈക്ക് എന്ന് തന്നെയാണ് പറയുക. ഓക്കെ, പക്ഷേ ഇറക്റ്റാണ്. അതായത് ആൽഗ എന്തായിരുന്നു?
കിടക്കുമായിരുന്നില്ലേ, അല്ലെങ്കിൽ ആൽഗ എന്തായിരുന്നു വീണ് കിടക്കുന്നത്, അല്ലെങ്കിൽ ഹൊറിസോണ്ടലായിട്ട് മോസ്റ്റ്ലി അങ്ങനെ ആൽഗയൊക്കെ അങ്ങനെ നല്ല കുത്തനെ നിൽക്കുന്ന ആൽഗയൊക്കെ ഉണ്ടോ? ചെറിയ രീതിയിലൊക്കെ ഉണ്ട്, പക്ഷേ പൊതുവെ ഇൻ ജനറൽ ആൽഗ എന്ന് പറയുമ്പോൾ നമ്മളെന്താ ഇങ്ങനെ പരന്ന് കിടക്കുന്ന ഒരു ഇമേജ് അല്ലേ. പക്ഷേ ഈ ബ്രയോഫൈറ്റ്സ് കുറച്ചും കൂടെ എന്താണ് ഇറക്റ്റ് ആണ്, അല്ലെങ്കിൽ കുറച്ചും കൂടെ നേരെ ഇങ്ങനെ എണീറ്റ് നിൽക്കാൻ കഴിവുള്ള ആൾക്കാരാണ് ആര് ഈ ബ്രയോഫൈറ്റ്സ് എന്ന് പറയുന്നത്. കുറച്ചും കൂടി എന്തുണ്ട് എണീറ്റ് നിൽക്കാൻ കഴിവുണ്ട്. സോ ദേ ആർ ഇറക്റ്റ് അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റ് നമുക്ക് എന്ത് ചെയ്യാം പറയാൻ വേണ്ടിയിട്ട് പറ്റും. ക്ലിയർ ആയോ? അതേപോലെ തന്നെ സബ്സ്ട്രേറ്റും ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു, സബ്സ്ട്രേറ്റും ഇവർക്കും എന്തുണ്ടോ, ഇവരും എന്തുണ്ട് സബ്സ്ട്രേറ്റത്തിൽ അറ്റാച്ച്ഡ് ആണ്. ഇപ്പോൾ ഒരു കല്ലുണ്ടെന്ന് വിചാരിച്ചു, ഇതൊരു കല്ലാണെന്ന് വിചാരിച്ചോ, ഈ കല്ലിനോട് ഇവരും എന്താണ് അറ്റാച്ച്ഡ് ആണ്. പക്ഷേ എന്തിൻ്റെ ഫോമിൽ അറ്റാച്ച്ഡ്? റൂട്ടാണോ? അല്ല. ഹോൾഡ് ഫാസ്റ്റ് ആണോ? അല്ല. ഹോൾഡ് ഫാസ്റ്റ് എവിടെയാണ് പഠിച്ചത്? ആൽഗിലല്ലേ, ഫിയോഫൈസിലല്ലേ പഠിച്ചത്. ഇവിടെ ഹോൾഡ് ഫാസ്റ്റ് ആണോ? അല്ല. ഇവിടെ വേറൊരു കഥാപാത്രമാണ്. കഥാപാത്രത്തിൻ്റെ പേരെന്താ? റൈസോയിഡ്. എന്താ പേര്? റൈസോയിഡ്. റൂട്ടല്ല, റൂട്ട് ലൈക്ക് സ്ട്രക്ചറാണ് റൈസോയിഡ് എന്നാ പറയുക. ക്ലിയർ ആയോ? അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു ഇവർക്ക് എന്തില്ല, പ്രോപ്പറായിട്ട് കൃത്യമായ ഒരു റൂട്ടോ സ്റ്റെമ്മോ ലീഫോ ഒന്നുമില്ല. അതുപോലത്തെ സ്ട്രക്ചർ കാണും. ഏകദേശം റൂട്ട് പോലെയുള്ള സ്ട്രക്ചർ തന്നെയാണോ റൈസോയിഡ്. പക്ഷേ റൂട്ട് എന്നിട്ട് വിളിക്കാനും പറ്റൂല, എന്നാൽ റൂട്ട് പോലെ ഉണ്ടെന്നാലും ആണ് നമ്മൾ ആരെന്ത് വിളിച്ചു? റൈസോയിഡ്സ് എന്ന് വിളിച്ചു അല്ലേ. പിന്നെ കുറച്ചൊക്കെ ഇറക്റ്റ് അല്ലേ, അപ്പോൾ സ്വാഭാവികമായിട്ടും സ്റ്റെമ്മ് പോലെ ലീഫ് പോലെയൊക്കെയുള്ള സ്ട്രക്ചർ ഉണ്ടാവും. സ്റ്റെമ്മ് ലീഫൊന്നും എന്ത് ചെയ്യില്ല, ഉണ്ടാവില്ല. ഓക്കെ, അടുത്തെന്താ? ഈ പ്ലാന്റ് ബോഡി എന്ന് പറയുന്നത് ഹാപ്ലോയിഡാണ്. ഇവിടെ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, കാര്യങ്ങൾ കുറച്ചും കൂടി ഒന്ന് ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ അങ്ങോട്ട് ഞാൻ പറഞ്ഞൊന്നും മനസ്സിലാവില്ല. ഓക്കെ, ഇവിടെ നിങ്ങൾ കാര്യങ്ങൾ കുറച്ചും കൂടി ഒന്ന് ശ്രദ്ധിക്കണം. പ്ലാന്റ് ബോഡി എന്ന് പറയുന്നത് എന്താ? നമ്മുടെ ഈ ബ്രയോഫൈറ്റ്സിൻ്റെ കേസിൽ എന്താ? ഹാപ്ലോയിഡാണ്. ബേസിക്കലി മെയിൻ പ്ലാന്റ് ബോഡി എന്താ? ഹാപ്ലോയിഡാണ്. മെയിൻ പ്ലാന്റ് ബോഡി എന്താ? ഹാപ്ലോയിഡാണ്. ഓക്കെ, നമ്മൾ ഈ ആൽഗ എന്തായിരുന്നു? ഹാപ്ലോയിഡായിരുന്നു. സോ ഒന്നാമത്തെ ഗ്രൂപ്പായിട്ടുള്ള ആൽഗ എന്തായിരുന്നു? ഹാപ്ലോയിഡായിരുന്നു. രണ്ടാമത്തെ ഗ്രൂപ്പായിട്ടുള്ള ബ്രയോ എന്താണ്? ഹാപ്ലോയിഡാണ്. മെയിൻ പ്ലാന്റ് ബോഡി എന്താണ്? ഹാപ്ലോയിഡാണ്. ക്ലിയർ ആയല്ലോ. ഈ ഹാപ്ലോയിഡ് ആയിട്ടുള്ള പ്ലാന്റ് ബോഡിയിൽ നിന്നാണ് എന്ത് ചെയ്യുക? ഗാമറ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുക. റീപ്രൊഡക്ഷൻ്റെ സമയത്ത് നമ്മൾ പറയും. പക്ഷേ ഈ ഹാപ്ലോയിഡ് ആയിട്ടുള്ള പ്ലാന്റ് ബോഡിയിൽ നിന്നാണ് എന്ത് സംഭവിക്കുക? ഗാമറ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പം ഈ പ്ലാന്റ് ബോഡിക്ക് എന്തിനുള്ള കഴിവുണ്ട്? ഗാമറ്റുകളെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവില്ലേ? അതുകൊണ്ട് തന്നെ നമ്മൾ ഇവരെന്ത് വിളിക്കും? ഗാമറ്റോഫൈറ്റ് എന്ന് വിളിക്കും. എന്താ വിളിക്കുക? ഗാമറ്റോഫൈറ്റ്. ഞാൻ കുറച്ച് വലുതാക്കി എഴുതാം സോ ദാറ്റ് ദിസ് ഗെറ്റ്സ് ഇൻസൈഡ് യുവർ ഹെഡ് ബിക്കോസ് ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഗാമറ്റോഫൈറ്റ്. ഇവർ അതായത് ഹാപ്ലോയിഡ് ആയിട്ടുള്ള പ്ലാന്റ് ബോഡീനെയാണ് നമ്മൾ ഗാമറ്റോഫൈറ്റ് എന്ന് വിളിക്കുന്നത്. വേറെ പ്രത്യേകിച്ച് വലിയ സംഭവമൊന്നുമില്ല കേട്ടോ. ഇവരുടെ പ്ലാന്റ് ബോഡി എന്താണ്? ഹാപ്ലോയിഡാണ്. സോ ഹാപ്ലോയിഡ് ആയിട്ടുള്ള പ്ലാന്റ് ബോഡിയിൽ നിന്ന് ഗാമറ്റുകൾ ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്, അല്ലെങ്കിൽ ആ പ്ലാന്റ് ബോഡിയിൽ നിന്നാണ് ഗാമറ്റുകൾ ഉണ്ടാവുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവനെന്ത് വിളിച്ചു? ഗാമറ്റോഫൈറ്റ് എന്ന് വിളിച്ചു. തലേ കയറിയോ? ഇത് തലേ കയറണം. ഈ 2 പോയിന്റ് എന്ത് ചെയ്യണം? തലേ കയറണം. അവസാനം ഞാനിട്ട 2 പോയിന്റ് റെഡ് കളറിൽ മാർക്ക് ചെയ്ത 2 പോയിന്റ് മസ്റ്റായിട്ടും തലേ കയറണം, ഇല്ലെങ്കിൽ അങ്ങോട്ട് പറഞ്ഞ കാര്യം മനസ്സിലാവില്ല. ഓക്കെ, തലേ കയറിയിട്ടില്ലെങ്കിൽ പോസ് ദ വീഡിയോ റൈറ്റ് ഹിയർ, ഗോ വാച്ച് ഇറ്റ് അഗൈൻ. ഓക്കെ, ബിക്കോസ് ഇറ്റ്സ് സോ ഇമ്പോർട്ടൻറ്റ്. മനസ്സിലായേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ മനസ്സിലായേ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ അവിടെ അങ്ങോട്ടുള്ള മനസ്സിലാകത്തില്ല. ഓക്കെ, സോ ഇത് ക്ലിയർ ആയല്ലോ. ഇനി ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ് ടോപ്പിക്. അല്ലെങ്കിൽ വാച്ച് ഇറ്റ് 10 times, ഡസൻറ്റ് മാറ്റർ. നിങ്ങൾക്ക് ഇത് മനസ്സിലായിട്ട് നിങ്ങൾ അടുത്തേക്ക് പോയാൽ മതി, ഇല്ലെങ്കിൽ ബ്രയോഫൈറ്റ്സ് വിൽ ബി ഹാർഡ് ഫോർ യു. പക്ഷേ ഇത് മനസ്സിലായ ബ്രയോഫൈറ്റ്സ് ഭയങ്കര സിമ്പിളാണ്. ഓക്കെ, മനസ്സിലായല്ലോ. ജസ്റ്റ് ഒരു ഫിഗർ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ NCERT ഫിഗർ തന്നെയാണ്, ഫിഗർ 3.2. ഇതിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? ഒന്നുമില്ല, സിമ്പിളായിട്ടുള്ള നിങ്ങൾ ആ ഒരു എന്താ പറയുക ബ്രയോഫൈറ്റിൻ്റെ സ്ട്രക്ചറാണ് കാണിച്ചു തന്നിരിക്കുന്നത് അല്ലേ. ഇവിടെ എന്താ സബ്സ്ട്രാറ്റത്തിൽ ഒട്ടിക്കിടക്കുന്ന ബ്രയോഫൈറ്റാണ് നിങ്ങൾ കാണുന്നത്. സബ്സ്ട്രാറ്റത്തിനോട് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കുഞ്ഞു റൂട്ട് പോലത്തെ സ്ട്രക്ചർ കാണുന്നുണ്ടോ? എന്താണ് അവർ? റൈസോയിഡ്സ് ആണ് അല്ലേ. അവരെന്താണ്? റൈസോയിഡ്സ് ആണ്. പിന്നെ വേറെ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്, ജെമ്മ കപ്പോ ആർക്കിഗോണിയോ 4 ആന്ത്രീഡിയോ 4 എന്നൊക്കെ പറയുന്നുണ്ട്. ഈശ്വര, ഇത് സീനാവോ? ഇല്ല, സീനാകത്തില്ല. ഞാൻ പറഞ്ഞുതരാം. അതിനല്ല ഞാനിവിടെ ഇരിക്കണേ, ഞാൻ പറഞ്ഞുതരും. നിങ്ങളിപ്പം തൽക്കാലം ഈ C ഫിഗർ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. C ഫിഗർ കോൺസെൻട്രേറ്റ് ചെയ്തോ. റൈസോയിഡ്സ് കണ്ടോ? നിങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാരെ മാത്രമേ ഞാൻ ഇപ്പോൾ പറയുള്ളൂ, പേടിക്കണ്ട. റൈസോയിഡ്സ് കണ്ടു. പിന്നെ ഒരു തണ്ടുണ്ടെങ്കിൽ നമുക്ക് അവരെ മെയിൻ ആക്സസ് എന്ന് വിളിച്ചൂടെ? തെറ്റുണ്ടോ? തെറ്റില്ല. പിന്നെ ലീഫ് പോലത്തെ സ്ട്രക്ചർ ഇല്ലേ, ഇവിടെ ലീവ്സ് എന്നാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇറ്റ്സ് സിമിലർ ടു ലീവ്സ്. വലിയ പ്ലാന്റ്സിലെ ലീവ്സ് പോലെ കുറച്ച് സിമിലാരിറ്റി ഉള്ളതുകൊണ്ട് ലീവ്സ് എന്ന് വിളിച്ചു. ഇറ്റ്സ് നോട്ട് ടെക്നിക്കലി ഇത് ലീഫ് അല്ല, പക്ഷേ ലീഫ് ലൈക്ക് സ്ട്രക്ചേഴ്സ് ആണ് ബേസിക്കലി. ഇത് ക്ലിയർ ആയോ? ഗാമറ്റോഫൈറ്റ് അല്ലെങ്കിൽ പ്ലാന്റ് ബോഡി കിട്ടിയോ? ബാക്കി ഒന്നും നിങ്ങൾ കാണണ്ട, പേടിക്കണ്ട. ബാക്കിയൊക്കെ വിട്ടാൽ ഞാൻ പറഞ്ഞുതരും. ഓക്കെ, ഇനി നമ്മൾ ഇവരുടെ റീപ്രൊഡക്ഷനിലേക്ക് പോവാണ്. എന്തിലേക്കാണ് നമ്മൾ പോകുന്നത്? റീപ്രൊഡക്ഷനിലേക്ക് പോവാണ്. ആരുടെ? ബ്രയോഫൈറ്റ്സിൻ്റെ അല്ലേ. മനസ്സിലാക്കാനുള്ള കാര്യങ്ങളാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. മനസ്സിലാക്കണം. റീപ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ എന്താ? ഈ ബ്രയോഫൈറ്റ്സിനകത്ത് സ്വാഭാവികമായിട്ടും സെക്ഷൽ റീപ്രൊഡക്ഷനകത്ത് എന്തുണ്ടാവും? മെയിൽ ഓർഗനും ഉണ്ടാവും, ഫീമെയിൽ ഓർഗനും ഉണ്ടാവും അല്ലേ. അപ്പോൾ നമ്മൾ സെക്ഷൽ റീപ്രൊഡക്ഷനാണ് മെയിനായിട്ട് ബ്രയോഫൈറ്റ്സിൽ പറയുന്നത്. വെജിറ്റേറ്റീവിൽ നിന്നും സെക്ഷൽ നിന്നൊക്കെ നമുക്ക് കുറച്ചൊന്ന് മൂവ് ഓൺ ചെയ്യണ്ടേ അല്ലേ. നമ്മൾ കുറച്ചും കൂടെ ഡെവലപ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ പറ്റിയല്ലേ പഠിക്കുന്നത്. സോ ബ്രയോഫൈറ്റ്സിൽ നിന്ന് നമ്മൾ എന്താ പഠിക്കുന്നത്? സെക്ഷൽ റീപ്രൊഡക്ഷനെ പറ്റിയാണ് പഠിക്കുന്നത്. അപ്പോൾ മെയിൽ സെക്സ് ഓർഗനും ഉണ്ട്, ഫീമെയിൽ സെക്സ് ഓർഗനും ഉണ്ട് അല്ലേ. മെയിൽ സെക്സ് ഓർഗൻ്റെ പേരെന്താ? ആന്ത്രീഡിയം. എന്താ പേര്? ആന്ത്രീഡിയം. ഞാൻ എന്താ എഴുതിയവിടെ?
ആന്തർ എന്നല്ലേ എഴുതിയേ? ആന്തർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നിങ്ങൾക്കറിയോ ആന്തർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന്? ആന്തർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മറ്റേ പൂവൊക്കെ ഇല്ലേ, നമ്മുടെ സാധാ ഫ്ലവറിങ് പ്ലാന്റ്സിലെ ഫ്ലവേഴ്സ് ഇല്ലേ, ആ ഫ്ലവേഴ്സിൻ്റെ അകത്ത് കാണുന്ന മെയിൽ ഓർഗനാണ് ആന്തർ എന്ന് പറയുന്നത്. സോ ഈ ആന്തർ, ആൺതരി എന്ന് കേട്ടിക്കോ, മലയാളത്തിൽ ആൺതരി, ആകെ ഒരു ആൺതരി, ഒരു കുടുംബത്തിൽ ആകെ ഒരു ആൺതരി അവനാണ് എന്നൊക്കെ പറയും. അതായത് കുറേ പെൺകുട്ടികളും ആകെ ഒരൊറ്റ അനിയനോ ഏട്ടനോ ആണുള്ളതെന്നുണ്ടെങ്കിൽ നമ്മൾ പറയും ഈ കുടുംബത്തിൽ തന്നെ ആൺതരി എന്താണ്, ഈ ഫാമിലിയിൽ ആൺതരി അവനാണെന്ന് പറയും അല്ലേ. ആൺതരി അതായത് ആൺ, ബോയ് എന്നുള്ള അർത്ഥം. ആൺതരിയും ആന്തറും കുറച്ച് സിമിലാരിറ്റി ഉണ്ടോ? അങ്ങനെ ആലോചിച്ച് വെച്ചോ. ആന്തർ എന്ന് പറഞ്ഞാൽ എന്താ? മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനാണ്. ഇവിടത്തെയാണോ? അല്ല, നമ്മുടെ ഇവിടെ ആൻജിയോസ്പെർമില്ല. ഇവിടെ ചെറിയൊരു സാധനം കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ മതി. എന്ത്? ആന്തർ, ഒരു ഈഡിയം അവിടെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ആന്ത്രീഡിയം. ആന്തറീഡിയം എന്ന് പറയത്തില്ല, ആന്ത്രീഡിയം എന്നാണ് പറയുക. ആന്ത്രീഡിയമാണ് എന്ത്? ഇവിടുത്തെ മെയിൽ സെക്സ് ഓർഗൻ എന്ന് പറഞ്ഞത്. ആലോചിച്ച് വെക്കാൻ പാടുണ്ടോ ഇപ്പം? ഇല്ല. ആന്തരി എന്ന് ആലോചിക്കുക, ആന്തർ എന്ന് ആലോചിക്കുക, ഈഡിയം ആഡ് ചെയ്യുക, ആന്ത്രീഡിയം. ഓക്കെ, ഇവിടുത്തെ മെയിൽ സെക്സ് ഓർഗൻ അതാണ്. ഇനി ഫീമെയിൽ സെക്സ് ഓർഗൻ നോക്കണ്ടേ? ഈ ഊഗോണിയ എന്നൊക്കെ പറഞ്ഞാൽ എന്തായിരുന്നു? ഊഗോണിയം അല്ലെങ്കിൽ ഊഗോണിയ എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൽഗേൻ്റെ കേസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഇത് സ്റ്റോർ ചെയ്ത് വെക്കുന്ന സ്ട്രക്ചറാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഫീമെയിൽ ഗാമറ്റ്. അപ്പോൾ ഊഗോണിയം അല്ലെങ്കിൽ ഊഗോണിയ എന്നൊക്കെ പറയുന്നത് ഏകദേശം ഒരു ഫീമെയിൽ ഗാമറ്റിനെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ള സാധനമാണ്. ഓക്കെ, ആ സാധനം അവിടെ എഴുതാം. നമുക്ക് ഗോണിയം എന്ന് പറഞ്ഞ വേർഡ് അവിടെ എഴുതി വയ്ക്കാം, ഗോണിയം. ഓക്കെ, ഗോണിയം. പക്ഷേ ഗോണിയത്തിന് മുന്നേ ചുമ്മാ എന്ത് ചെയ്തേക്ക്? ഒരു ടേം ആഡ് ചെയ്തേക്ക്. എന്താ നിങ്ങൾ ആഡ് ചെയ്യാൻ പോകുന്നത്? ആർക്കി. എന്താ? ആർക്കിഗോണിയം. ആർക്കിഗോണിയമാണ് എന്ത്? ഫീമെയിൽ സെക്സ് ഓർഗൻ. സോ മെയിൽ സെക്സ് ഓർഗൻ ആന്ത്രീഡിയം, ഫീമെയിൽ സെക്സ് ഓർഗൻ ആർക്കിഗോണിയം. ഫീമെയിൽ സെക്സ് ഓർഗൻ ഒരു ഫ്ലാസ്കിൻ്റെ ഷേപ്പിലാട്ടോ ഉണ്ടാവുക. നമ്മളെ മറ്റേ മിൽട്ടൻ്റെ ഒക്കെ ചായ വെക്കുന്ന ഫ്ലാസ്ക് ആണോ? അല്ല, അത്രയ്ക്ക് വലിയ ഫ്ലാസ്ക് അല്ല, കുറച്ചും കൂടി ഒരു ഫ്ലാസ്ക് ഷേപ്പിൽ, ഒരു ഇങ്ങനത്തെ ഒരു ഷേപ്പിലാണ് എന്ത് ചെയ്യുക, നമ്മൾ ആർക്കിഗോണിയം ഉണ്ടാവുക എന്നുള്ള കാര്യങ്ങൾ ചെയ്യുക, നോട്ട് ചെയ്യുക. സോ ആന്ത്രീഡിയം ഉണ്ട്, ആർക്കിഗോണിയം ഉണ്ട് അല്ലേ. ഈ ആന്ത്രീഡിയത്തിൽ നിന്ന് ഗാമറ്റുകൾ ഉണ്ടാവില്ലേ, ആ ഗാമറ്റുകൾ അല്ലെങ്കിൽ മെയിൽ ഗാമറ്റുകൾ ഉണ്ടാവില്ലേ, ആ മെയിൽ ഗാമറ്റുകൾ എന്താ പറയുക? ആന്തറോസോയിഡ്. എന്താ പറയുക? ആന്തറോസോയിഡ്. അപ്പോൾ ആന്തർ എന്ന് പറഞ്ഞ ടേം പിന്നെയും അവിടെ എന്തായി കോമൺ ആയി. ഇതിലും ആന്തർ ഉണ്ട്, മെയിൽ ഓർഗൻ്റെ പേരിലും ആന്തർ ഉണ്ട്, ഗാമറ്റിൻ്റെ പേരിലും ആന്തർ ഉണ്ട്. ആന്തറിൻ്റെ കൂടെ സോയിഡ് ആഡ് ചെയ്താൽ പോരെ? ആന്ത്രോസോയിഡ്സ് ആണ് ഗാമറ്റുകളുടെ പേര്. എന്താ പേര്? ആന്ത്രോസോയിഡ്സ്. ക്ലിയർ ആയോ? ഫീമെയിലിൻ്റെ കേസിലാണെങ്കിലോ പ്രത്യേകിച്ച് കോംപ്ലിക്കേഷനൊന്നുമില്ല, എഗ്ഗ്. ഫീമെയിലിൻ്റെ കേസിൽ പ്രത്യേകിച്ച് കോംപ്ലിക്കേഷനൊന്നുമില്ല. ഫീമെയിൽസിൻ്റെ കേസിൽ അങ്ങനെ കോംപ്ലിക്കേഷനൊന്നുമില്ല അല്ലേ. ഗേൾസ് ആർ സിമ്പിൾ ടു അണ്ടർസ്റ്റാൻഡ്. ഐ റൈറ്റ്? ബോയ്സിനോട് ചോദിക്കണം, അവർ പറഞ്ഞു തരും അല്ലേ. ഗേൾസ് ആർ സിമ്പിൾ ടു അണ്ടർസ്റ്റാൻഡ്. ഡു യു അഗ്രി? എനിവേസ് സം മേ നോട്ട്, ഇറ്റ്സ് ഫൈൻ. എനിവേസ് ആർക്കിഗോണിയത്തിൽ നിന്ന് എന്താ പ്രൊഡ്യൂസ് ചെയ്യുക? എഗ്ഗാണ് പ്രൊഡ്യൂസ് ചെയ്യുക. ക്ലിയർ ആയോ? കോംപ്ലിക്കേഷൻ ഉണ്ടോ? ഇല്ല. ആന്ത്രീഡിയം ഉണ്ട്, ആന്ത്രോസോയിഡ് ഉണ്ട്, ആർക്കിഗോണിയം ഉണ്ട്, എഗ്ഗ് ഉണ്ട്. കഴിഞ്ഞു. അപ്പോൾ മെയിൽ ഓർഗനും കഴിഞ്ഞു, ഫീമെയിൽ ഓർഗനും കഴിഞ്ഞു, മെയിൽ ഗാമറ്റും കഴിഞ്ഞു, ഫീമെയിൽ ഗാമറ്റും കഴിഞ്ഞു. ഓക്കെ, ഈ ആന്ത്രോസോയിഡ്സ് എങ്ങോട്ടാണ് റിലീസ് ചെയ്യുക? ഞാൻ പറഞ്ഞു സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ സമയത്ത് ഇവർക്ക് വെള്ളം ഭയങ്കര അത്യാവശ്യമാണെന്ന് ഞാൻ പറഞ്ഞു. എന്തിനാണ് വെള്ളം വേണ്ടത്? പറഞ്ഞുതരാം. ഈ ആന്ത്രോസോയിഡ് അല്ലെങ്കിൽ മെയിൽ ഗാമറ്റുകൾ എങ്ങോട്ടാണ് റിലീസ് ചെയ്യുക? വെള്ളത്തിനകത്ത് വെച്ചിട്ടാണ് ഇവരെന്ത് ചെയ്യുക? ഈ പറഞ്ഞ ആർക്കിഗോണിയുമായിട്ട് കോണ്ടാക്റ്റിൽ വരിക. അപ്പോൾ ഇമാജിൻ ഇവിടെ വെള്ളമുണ്ട്, ഇത് വെള്ളമാണ്, ഇവിടെ ഇങ്ങനെ ഫ്ലാസ്ക് ഷേപ്ഡ് ആയിട്ടുള്ള ആർക്കിഗോണി ഇങ്ങനെ കിടപ്പുണ്ടെന്ന് വിചാരിച്ചോ. ഇതിങ്ങനെ ഫ്ലാസ്ക് ഷേപ്ഡ് ആയിട്ടുള്ള ആർക്കിഗോണിയാണ്. ഇവിടെ ചെടി ഉണ്ട് കേട്ടോ. I'm not good at drawing, but still ഇവിടെ ചെടി ഉണ്ട്, ആർക്കിഗോണി ഉണ്ടെന്ന് വിചാരിച്ചോ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും? നമ്മളെ മെയിലിൽ നിന്ന് എന്ത് റിലീസ് ചെയ്യും? ആന്ത്രോസോയിഡ് റിലീസ് ചെയ്യും. എന്നിട്ട് വെള്ളത്തിൽ വെച്ചിട്ടാണ് ഇവരെന്ത് ചെയ്യുന്നത്? കണ്ടുമുട്ടുന്നത്. വാവ്, സോ റൊമാൻറ്റിക് അല്ലേ. വെള്ളത്തിൽ വെച്ച് കണ്ടുമുട്ടുന്ന ആൾക്കാരാണ്. സോ എന്ത് സംഭവിക്കും? ആന്ത്രോസോയിഡ് ഉണ്ട്, വെള്ളത്തിലേക്കാണ് അതുകൊണ്ടാണ് ഇവർക്ക് വെള്ളം ആവശ്യം. ഓക്കെ, വെള്ളത്തിലേക്ക് റിലീസ് ചെയ്താലേ ഒഴുകി പോയിട്ട് ഇവരുടെ അടുത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. സോ ആന്ത്രോസോയിഡ്സ് എങ്ങോട്ട് റിലീസ് ചെയ്യും? വെള്ളത്തിലേക്ക് റിലീസ് ചെയ്യും. ആൻഡ് ദേ മീറ്റ് ഫ്രം വാട്ടർ. ഓക്കെ, അങ്ങനെ ആന്ത്രോസോയിഡ് നേരെ എങ്ങോട്ട് പോകും? നമ്മൾ ആർക്കിഗോണത്തിനകത്തേക്ക് പോകും. ആർക്കിഗോണത്തിൻ്റെ അകത്ത് ആരാ ഉള്ളേ? എഗ്ഗില്ലേ? എഗ്ഗിനെ മീറ്റ് ചെയ്യാനല്ലേ ആന്ത്രോസോയിഡ് പോകണേ. അല്ലാണ്ട് ആർക്കിഗോണത്തിന് വീട് കാണാൻ പോയതാണോ ആന്ത്രോസോയിഡ് അവിടെ? അല്ലല്ലോ. ആന്ത്രോസോയിഡ് എന്താ വീട് കാണാൻ പോയതല്ല. ആന്ത്രോസോയിഡ് വീടിനകത്തിരിക്കുന്ന ആളെ കാണാൻ പോയതാണ്. അകത്താരിക്കുന്നത്? എഗ്ഗല്ലേ. സോ എഗ്ഗിനെ കണ്ടു. എഗ്ഗും ആന്ത്രോസോയിഡും ഫ്യൂസ് ചെയ്തു. കുട്ടികളെ, നമ്മൾ പഠിക്കുന്നത് ബോട്ടണിയാണ്, സുവോളജി അല്ല. വിഷയത്തിൽ നിന്ന് തെന്നി മാറരുത്. ഓക്കെ, നമ്മൾ ബോട്ടണി എന്നുള്ള കാഴ്ചപ്പാടിൽ എന്നെ കാണണം. ഓക്കെ, ആന്ത്രോസോയിഡ് എന്ത് ചെയ്തു? വെള്ളത്തിലുള്ള ആർക്കിഗോണത്തിനകത്തേക്ക് പോയി. ആർക്കിഗോണത്തിനകത്ത് ആരുണ്ട്? എഗ്ഗ് ഉണ്ട്. ഈ ആന്ത്രോസോയിഡും എഗ്ഗും തമ്മിൽ എന്ത് ചെയ്തു? ഫ്യൂസ് ചെയ്തു. ആരുണ്ടായി? സൈഗോട്ട് ഉണ്ടായി. നമ്മളെ കേസിലും സൈഗോട്ട് തന്നെയല്ലേ ആദ്യത്തെ സെൽ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇവിടെ എന്താണ്? സൈഗോട്ട് ഉണ്ടായി. ക്ലിയർ ആയോ? ഓക്കെ, സൈഗോട്ട് ഉണ്ടായി. നൗ മൂവിങ് ഓൺ. പൊതുവേ നമ്മൾ ഹ്യൂമൻസിൻ്റെ കേസിലൊക്കെ സൈഗോട്ട് ഉണ്ടായ പിന്നെ എന്താ സംഭവിക്കുക? ഹ്യൂമൻസിൻ്റെ കേസിലൊക്കെ ഇത് സൈഗോട്ട് ആണെങ്കിൽ സൈഗോട്ടൊന്നും പിന്നെ സൈഗോട്ട് ഡിവൈഡ് ചെയ്ത് കുറേ സെല്ലുകളായി അതിന് നമ്മൾ എംബ്രിയോ എന്നൊക്കെ വിളിക്കും. പിന്നെ ഇത് മുഴുവനായിട്ട് എന്താവും? ഒരു പ്ലാന്റോ, ഹ്യൂമൻസിൻ്റെ കേസായിരുന്നല്ലോ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്, സോറി ഗൈസ്. അപ്പോൾ പ്ലാന്റ് ആവത്തില്ല, അപ്പോൾ ആരാവും? ഹ്യൂമൺ ആവും.
സ്റ്റിക്മാൻ ഫിഗർ ഇസ് മൈ ഫേവറേറ്റ്. ഓക്കെ, ഹ്യൂമൺ അന്ന് കുറച്ച് മുടിയൊക്കെ വരച്ചെടുക്കാം. പെൺകുട്ടിയായിക്കോട്ടല്ലേ, നമ്മൾ ഹാപ്പി ആയിട്ടുള്ള ആൾക്കാരെ വരയ്ക്കാറുള്ളൂ. ഒരു ബാഗ് കൊടുത്തല്ലോ, ബാഗൊക്കെ ഉള്ളൊരു പെൺകുട്ടിയായി. അപ്പോൾ എന്ത് സംഭവിച്ചു, ഒരു സൈഗോട്ടിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, ഹ്യൂമൻസിൻ്റെ കേസിൽ എന്ത് ചെയ്യുന്നത്, ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യും, ഒരു ഹ്യൂമൺ അങ്ങ് ഡെവലപ്പ് ആവും. പക്ഷേ ഇവിടെ അങ്ങനെയാണോ, ഇവിടെ ബ്രയോഫൈറ്റ്സിൻ്റെ കേസിൽ അങ്ങനെയാണോ? അങ്ങനെയല്ല കേട്ടോ. ഇവിടെ അങ്ങനെയല്ല ഫോം ചെയ്യുന്നത്. എന്താ ഫോം ചെയ്യുന്നത്, ഇവിടെ സൈഗോട്ട് ഉണ്ടാവും എന്നുള്ള ശരിയാണ്, സൈഗോട്ട് ഉണ്ടാവും, ഓക്കെ, ഐ അഗ്രി. പക്ഷേ സൈഗോട്ട് അപ്പം തന്നെ അങ്ങ് ഡിവൈഡ് ചെയ്തൊരു പുതിയ പ്ലാന്റ് അല്ല ഉണ്ടാവുക. പകരം എന്താ ഉണ്ടാവുക, നോക്കിക്കേ, സൈഗോട്ടിൽ നിന്ന് സ്പോറോഫൈറ്റ് എന്ന് പറയുന്നൊരു ഭാഗം ഉണ്ടാവും. എന്തുണ്ടാവും, സ്പോറോഫൈറ്റ്, അതായത് മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള ഒരു ബോഡി, കുറച്ച് സെല്ലുകൾ അടങ്ങിയിരിക്കുന്ന ഒരു ബോഡി ഉണ്ടാവും. ആ ബോഡിന് എന്താ വിളിക്കുക, സ്പോറോഫൈറ്റ് എന്നാണ് വിളിക്കുക. അപ്പോൾ എന്ത് സംഭവിച്ചു, സൈഗോട്ട് ഉണ്ടായി കേട്ടോ. സൈഗോട്ട് എന്ന് പറയുന്ന കഥാപാത്രം ഇവിടെ ഉണ്ടായി. സൈഗോട്ടിൽ നിന്ന് എന്ത് ചെയ്തു, നമുക്ക് സ്പോറോഫൈറ്റ് ഉണ്ടായി. ഞാൻ നേരത്തെ വെച്ച കുട്ടീനെ ബാഗിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു, അതോ നിങ്ങളെ എൻ്റെ ചെയർ കാരണം മറഞ്ഞോ, അറിയത്തില്ല. എനിവേസ്, നോട്ട് ഇമ്പോർട്ടൻറ്റ്, എൻ്റെ ഡ്രോയിങ് നിങ്ങൾ കാണാത്തതാണ് നല്ലത്. ഓക്കെ, സൈഗോട്ടും ഉണ്ട്. സൈഗോട്ടിൽ നിന്ന് എന്തുണ്ടായി, ഒരു മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള സ്പോറോഫൈറ്റ് ഉണ്ടായില്ലേ. ഓക്കെ, ഈ സ്പോറോഫൈറ്റിൻ്റെ പ്ലോയിഡി എന്താ, നിങ്ങൾ പറ. ഇവിടെ എവിടെയെങ്കിലും ഞാൻ എഴുതി വെച്ചിട്ടുണ്ടോ? ഇല്ല, എഴുതി വെച്ചിട്ടില്ല. സ്പോറോഫൈറ്റിൻ്റെ പ്ലോയിഡി എന്താ, ടെൽ മീ. സ്പോറോഫൈറ്റിൻ്റെ പ്ലോയിഡി എന്തായിരിക്കും, നിങ്ങൾ പറ. നമ്മൾ സൈഗോട്ട് എങ്ങനെയാണ് കിട്ടിയത്, ഒരു ആന്ത്രോസോയിഡ്, അതായത് ആന്ത്രോസോയിഡ് എന്ന് പറഞ്ഞാൽ ഗ്യാമറ്റ് അല്ലേ, ഹാപ്ലോയിഡ് ആയിട്ടുള്ള ഗ്യാമറ്റ് അല്ലേ, അതെ. പിന്നെ ഒരു എന്തുണ്ടായിരുന്നു, എഗ്ഗും ഉണ്ടായിരുന്നു, അതും ഹാപ്ലോയിഡ് അല്ലേ. അങ്ങനെ ഹാപ്ലോയിഡ് ആയിട്ടുള്ള 2 ആൾക്കാർ ചേർന്നിട്ടല്ലേ സൈഗോട്ട് ഉണ്ടായത്. സോ സൈഗോട്ട് എന്തായിരിക്കും, ഡിപ്ലോയിഡ് ആയിരിക്കില്ലേ. അപ്പോൾ ഈ സൈഗോട്ടിൽ നിന്ന് ഉണ്ടാവുന്ന ആളും എന്തായിരിക്കും, ഡിപ്ലോയിഡ് ആയിരിക്കടോ, അതും ഡിപ്ലോയിഡ് ആയിരിക്കും. ഈ സ്പോറോഫൈറ്റ് എന്താ, ഡിപ്ലോയിഡാ. ഓക്കെ, അപ്പം ഞാൻ നിങ്ങൾക്ക് കുറച്ചും കൂടി വ്യക്തമായിട്ട് പറഞ്ഞു തരികയാണെങ്കിൽ, ബിക്കോസ് ഇത് നിങ്ങൾക്ക് മനസ്സിലാവണം കേട്ടോ. ഇതെനിക്കൊന്നും +2 മനസ്സിലായിട്ടില്ല, ലെറ്റ് മീ ബി ഫ്രാങ്ക്, എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ ബൈ ഹാർട്ട് പഠിച്ചതാണ്. പക്ഷേ ഇത് മനസ്സിലായാൽ ഇത് ഭയങ്കര സിമ്പിളാണ്. ബൈ ഹാർട്ട് പഠിച്ചാൽ മറന്നു. ഓക്കെ, സോ എന്ത് സംഭവിച്ചു, ഇവിടെ ഒരു നമ്മളെ ബ്രയോഫൈറ്റ് ഉണ്ട്. കുറച്ച് ലീഫ് ലൈക്ക് സ്ട്രക്ചർ ഉണ്ട്, കുറച്ച് റൈസോയിഡുകളുണ്ട് അല്ലേ, ഇങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ട്. ഈ ബ്രയോഫൈറ്റ് നമ്മൾ എന്തായിരുന്നു വിളിച്ചത്, നമ്മളൊരു പേര് വിളിച്ചല്ലോ, നമ്മൾ ഗാമറ്റോഫൈറ്റ് എന്ന് വിളിച്ചില്ലേ. ഇവർക്ക് ഗാമറ്റുകൾ ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. സോ നമ്മൾ ഇവരെ ഗാമറ്റോഫൈറ്റ് എന്ന് വിളിച്ചില്ലേ. ഇവരിൽ നിന്ന് 2 ടൈപ്പ് ഗാമറ്റ് ഉണ്ടായില്ലേ, മെയിൽ ഗാമറ്റും ഉണ്ടായി, ഫീമെയിൽ ഗാമറ്റും ഉണ്ടായി അല്ലേ. മെയിൽ ഗാമറ്റും ഉണ്ടായി, ഫീമെയിൽ ഗാമറ്റും ഉണ്ടായി. മെയിൽ ഗാമറ്റിന് നമ്മൾ എന്ത് വിളിച്ചു, ആന്ത്രോസോയിഡ് എന്ന് വിളിച്ചില്ലേ. നമ്മളെന്താ വിളിച്ചത്, ആന്ത്രോസോയിഡ് എന്ന് വിളിച്ചു അല്ലേ, ആന്ത്രോസോയിഡ് എന്ന് വിളിച്ചു. ഫീമെയിൽ ഗാമറ്റിന് എന്ത് വിളിച്ചു, എഗ് എന്ന് വിളിച്ചില്ലേ. ഇവർ 2 കൂടെ ഫ്യൂസ് ചെയ്തിട്ടല്ലേ സൈഗോട്ട് ഉണ്ടായത് അല്ലേ. ഇവൻ എന്നല്ലേ, ഹാപ്ലോയിഡ് അല്ലേ. ഹാപ്ലോയിഡ് അല്ലേ. മെയിൻ പ്ലാൻ ബോഡി ഹാപ്ലോയിഡ് ആണ്, ഞാൻ പഠിപ്പിച്ചു. അവനും ഹാപ്ലോയിഡാണ്. ഇവരൊക്കെ ഫ്യൂസ് ചെയ്തിട്ടാണ് ആരുണ്ടായത്, സൈഗോട്ട് ഉണ്ടായത്. സൈഗോട്ട് എന്താണ്, ഡിപ്ലോയിഡ് അല്ലേ. ഈ സൈഗോട്ടിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുന്ന ബോഡിയാണ് എന്ത്, സ്പോറോഫൈറ്റ് എന്ന് പറയുന്നത്. സ്പോറോഫൈറ്റ് എന്ന് പറയുന്നത്. സോ സ്പോറോഫൈറ്റ് എന്താണ്, ഡിപ്ലോയിഡ് ആണ് അല്ലേ. ഈ കാര്യം നിങ്ങൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. ഈ പോയിന്റ് നിങ്ങൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. ഈ ഒരു ഫിഗർ നിങ്ങളെ മൈൻഡിലുണ്ടാവണം. സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കോ, എന്തെങ്കിലും നോട്ട്ബുക്കിൽ വരച്ച് വെക്കോ, എന്തെങ്കിലും ചെയ്തോ. ഞാനിപ്പോൾ ഇത് ഇറേസ് ചെയ്യും. സോ യു മേ ബെറ്റർ ടേക്ക് എ സ്ക്രീൻഷോട്ട്, അല്ലെങ്കിൽ വീഡിയോ പോസ്റ്റ് ചെയ്താലും മതി. എനിവേസ്, നിങ്ങൾ ഈ ഒരു ഫിഗർ, ഈ ഒരു ഫ്ലോ ചാർട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇനി എന്താ സംഭവിക്കുക, നമുക്ക് പുതിയ ചെടി ഉണ്ടാക്കണം. അതിനാണ് നമ്മൾ റീപ്രൊഡക്ഷൻ ചെയ്യുന്നത്. അപ്പം പുതിയ ഗാമറ്റോഫൈറ്റ് കിട്ടണം നമുക്ക്. അത് ഒരു പ്ലാൻ ബോഡിയിൽ നിന്ന് മറ്റൊരു പ്ലാൻ ബോഡി ഉണ്ടാവണ്ടേ, കുഞ്ഞ് പ്ലാൻ ബോഡി ഉണ്ടാവണ്ടേ, എന്നാലല്ലേ റീപ്രൊഡക്ഷൻ എന്ന് പറയുള്ളൂ. നമുക്ക് ഗാമറ്റോഫൈറ്റ് കിട്ടിയിരുന്നോ, ഇല്ലല്ലോ. നമുക്ക് സ്പോറോഫൈറ്റ് അല്ലേ കിട്ടിയത്. സ്പോറോഫൈറ്റ് കിട്ടിയിട്ട് കാര്യമുണ്ടോ, ഇല്ലല്ലോ, കാര്യമില്ലല്ലോ. അപ്പോൾ സ്പോറോഫൈറ്റിൽ നിന്ന് എങ്ങനെ ഗാമറ്റോഫൈറ്റ് കിട്ടും, പറഞ്ഞുതരാം. നമ്മൾ സ്പോറോഫൈറ്റ് ഉണ്ടായില്ലേ, സ്പോറോഫൈറ്റ് ഏതായിരുന്നു, ഡിപ്ലോയിഡ് ആയിരുന്നു അല്ലേ. ഈ ഡിപ്ലോയിഡ് ആയിട്ടുള്ള സ്പോറോഫൈറ്റിൽ നിന്ന് സ്പോറുകൾ റിലീസ് ചെയ്യും. സ്പോറുകൾ റിലീസ് ചെയ്യും. ഓക്കെ, ഐ ഡ്രോ ഇറ്റ് ഇൻ ഡിഫറെൻറ്റ് കളർ, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. നമ്മൾ സ്പോറോഫൈറ്റിൽ നിന്ന് എന്ത് ചെയ്യും, സ്പോറുകൾ റിലീസ് ചെയ്യും. ഓക്കെ, oops, I selected the wrong pen. സോ സ്പോറോഫൈറ്റ് നിങ്ങൾക്ക് എന്താ റിലീസ് ചെയ്യുക, നിങ്ങൾക്ക് ഇവിടെ സ്പോറുകൾ റിലീസ് ചെയ്യും അല്ലേ. സ്പോറോഫൈറ്റിൽ നിന്ന് സ്പോറുകൾ റിലീസ് ചെയ്തു. ഈ സ്പോറുകൾ ഏതാ പ്ലോയിഡി, നിങ്ങൾ പറ. സ്പോറുകൾ ഏതാ പ്ലോയിഡി, നിങ്ങൾ ആലോചിച്ച് നോക്ക്. സ്പോറോഫൈറ്റിൽ നിന്ന് ഉണ്ടാവുന്നത് സ്പോറുകൾ ഏതാ പ്ലോയിഡി, ഡിപ്ലോയിഡ് അല്ലേ. ഡിപ്ലോയിഡാണോ, അല്ല. ഈ സ്പോറോഫൈറ്റിൽ നിന്ന് സ്പോറുകൾ ഉണ്ടാവുന്നതിൻ്റെ ഇടയിലൊരു കുഞ്ഞു പ്രോസസ്സ് ഉണ്ട്. എന്താ പ്രോസസ്സ്, മിയോസിസ്. അതാ നമ്മളെ താരം വന്നു. മിയോസിസ് എന്ന് പറഞ്ഞാൽ എന്താ, റിഡക്ഷൻ ഡിവിഷൻ അല്ലേ. അപ്പോൾ റിഡക്ഷൻ ഡിവിഷൻ കഴിഞ്ഞാൽ 2n എന്ന് പറയുന്നത് n ആവൂലേ. ആയല്ലോ. സ്പോറുകൾ എന്താ, n ആണ്. സ്പോറോഫൈറ്റ് എന്താ, 2n ആണ്. പക്ഷേ സ്പോറോഫൈറ്റിൽ നിന്ന് ഉണ്ടാവുന്ന n എന്താ, അല്ലെങ്കിൽ സ്പോറുകൾ എന്താ, n ആണ്, അല്ലെങ്കിൽ ഹാപ്ലോയിഡ് ആണ് അല്ലേ. ഈ സ്പോറിൽ നിന്ന് ഇനി പണിയൊന്നുമില്ല. ഈ സ്പോറിൽ നിന്ന് പുതിയൊരു ആരുണ്ടാവും, പുതിയൊരു ഗാമറ്റോഫൈറ്റ് ഉണ്ടാവും.
നമ്മൾ നേരത്തെ പറഞ്ഞ ഗാമറ്റോഫൈറ്റിലോ മെയിൻ പ്ലാൻ ബോഡി അതുണ്ടാവും. എന്ത് സിമ്പിളാ അല്ലേ? ആരുണ്ടാവും? ഗാമറ്റോഫൈറ്റ് ഉണ്ടാവും. ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഇത്രയേ ഉള്ളൂ സംഭവം. ഇതാണ് സംഭവം. ഇത്രയും നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. ഇതിൽ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ഒന്നും തന്നെ പഠിക്കാനില്ല. ഇനി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ സ്പോറോഫൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചുമ്മാ നടുവിലുണ്ടാവുന്ന ഒരാളല്ലേ, മെയിനായിട്ടുള്ളൊരു പ്ലാന്റ് അല്ലല്ലോ. ചുമ്മാ നടുവിലുണ്ടാവുന്ന ഒരു പ്ലാന്റ്, ഒരു പാർട്ടല്ലേ, ഒരു മൾട്ടി സെല്ലുലാർ ബോഡി, അത്രയേ ഉള്ളൂ ഫൈറ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ സ്പോറോഫൈറ്റിന് ഒറ്റയ്ക്ക് ജീവിക്കാനുള്ള കഴിവുണ്ടോ? ഇല്ല. സ്പോറോഫൈറ്റിന് ഒറ്റയ്ക്ക് ജീവിക്കാനുള്ള കഴിവില്ല. സ്പോറോഫൈറ്റ് ഈ ഗാമറ്റോഫൈറ്റിൻ്റെ തലയിലാണ് ജീവിക്കുന്നത്. തലയിലോ? അതായത് ഗാമറ്റോഫൈറ്റിൻ്റെ മേലെ. അപ്പം ഒരു ഗാമറ്റോഫൈറ്റ് ഉണ്ട്. നമ്മൾ തുടങ്ങിയത് എവിടെ നിന്നായിരുന്നു? ഒരു ഗാമറ്റോഫൈറ്റ് നമ്മൾ തുടങ്ങിയതല്ലേ, ഒരു ഗാമറ്റോഫൈറ്റ് നമ്മൾ ഈ കഥ മുഴുവൻ തുടങ്ങിയത്. അപ്പോൾ ആ ഗാമറ്റോഫൈറ്റിൽ നിന്ന് ഒരു സ്പോറോഫൈറ്റ് ഉണ്ടായി. ഗാമറ്റോഫൈറ്റിൽ നിന്ന് ഗാമറ്റുകൾ ഉണ്ടായി. ആ ഗാമറ്റുകൾ ഫ്യൂസ് ചെയ്തൊരു സൈഗോട്ട് ഉണ്ടായി. ആ സൈഗോട്ട് ഒരു സ്പോറോഫൈറ്റ് ആയിട്ട് മാറി അല്ലേ? ആ സ്പോറോഫൈറ്റ് എവിടെയാണ് ഉണ്ടാവുക? ഗാമറ്റോഫൈറ്റിൻ്റെ തലയിൽ. അപ്പോൾ ഇതാണ് ഗാമറ്റോഫൈറ്റ് എന്ന് വിചാരിച്ചോ. ഇതാണ് നമ്മളെ അമ്മ പാരൻറ്റ് അല്ലെങ്കിൽ നമ്മളെ ഗാമറ്റോഫൈറ്റ്. ഈ ആളാരാണ്? ഹാപ്ലോഡാണ്. ഓക്കെ, ഞാൻ എന്നെ തന്നെ എഴുതിയത് ഹാപ്ലോഡാണ്. ഈ ഹാപ്ലോഡിൽ നിന്ന് ഗാമറ്റുകൾ ഉണ്ടായി, ആൻഡ്രോസോയിഡും എഗ്ഗും ഉണ്ടായി. ഫ്യൂസ് ചെയ്ത് സൈഗോട്ട് ഉണ്ടായി. സൈഗോട്ട് എന്ത് ചെയ്തു? സ്പോറോഫൈറ്റായിട്ട് ഡെവലപ്പ് ചെയ്തില്ലേ? ആ സ്പോറോഫൈറ്റ് ഇതിൻ്റെ മണ്ടയ്ക്ക് ഉണ്ടാവുക. എവിടെയാണ് ഉണ്ടാവുക? ഇതിൻ്റെ മണ്ടയ്ക്ക് മത്തലം അതിൻ്റെ തലയിൽ. ഓക്കെ, എവിടെയാണ് ഉണ്ടാവുക? അതിൻ്റെ തലയിലാണ് ഉണ്ടാവുക. സോ ദിസ് ഇസ് ദി സ്പോറോഫൈറ്റ്. ഓക്കെ, ദിസ് ഇസ് ദി സ്പോറോഫൈറ്റ്. ഇങ്ങനെയാണ് എന്തുണ്ടാവുക? സ്പോറോഫൈറ്റ് ഉണ്ടാവുക അതിൻ്റെ തലേൻ്റെ മേലെ. ഓക്കെ, അങ്ങനെ ഈ മേലെ കാണുന്നതാണ് എന്ത്? സ്പോറോഫൈറ്റ് എന്ന് നിങ്ങൾ പറയുന്നത്. ആൻഡ് ദാറ്റ് ഇസ് ഡിപ്ലോയിഡ് ഇൻ നേച്ചർ. ഈ താഴെ കാണുന്നതാണ് എന്ത്? ഗാമറ്റോഫൈറ്റ് എന്ന് നിങ്ങൾ പറയുന്നത്. എന്താ നിങ്ങൾ പറയുക? ഗാമറ്റോഫൈറ്റ് എന്നാണ് പറയുക. ഓക്കെ, ഗാമറ്റോഫൈറ്റ് എന്ന് പറഞ്ഞാൽ താഴെ കാണുന്ന ആളാണ്. ആൻഡ് ദേ ആർ ഹാപ്ലോയിഡ്. സോ മെയിൻ ആയിട്ടുള്ള ആളാരാ? ഗാമറ്റോഫൈറ്റ് ആണ്. സ്പോറോഫൈറ്റ് എന്ന് പറഞ്ഞാൽ നടുവ് കൂടെ ഫോം ചെയ്യുന്ന ഒരു ബോഡി മാത്രം. ഓക്കെ, അപ്പം ഗാമറ്റോഫൈറ്റ് സ്പോറോഫൈറ്റ് എന്താണെന്ന് മനസ്സിലായോ? നിങ്ങൾക്കൊരു ഫിഗർ കാണിച്ചു തരാം. ഫിഗർ കണ്ടോ? ഏകദേശം ഞാൻ വരച്ച ഫിഗർ പോലെ ഇല്ലേ? അപ്പം നിങ്ങൾക്ക് എന്തുണ്ട്? റൈസോയിഡുകളുണ്ട് അല്ലേ? സ്റ്റെം എന്നൊന്നും പറയാൻ പറ്റത്തില്ല. സ്റ്റെം ലൈക്ക് സ്ട്രക്ചർ ഉണ്ട്. അതേപോലെ ലീഫ് എന്ന് പറയാൻ പറ്റത്തില്ല. ലീഫ് ലൈക്ക് സ്ട്രക്ചർ ഉണ്ട് അല്ലേ? ഇവരെല്ലാം കൂടെ നമ്മൾ ഗാമറ്റോഫൈറ്റ് എന്ന് വിളിച്ചില്ലേ? ആൻഡ് ഇതെന്തായിരുന്നു? ഹാപ്ലോയിഡായിരുന്നു. പിന്നെ ഇതിൻ്റെ അകത്തുനിന്ന് ഗാമറ്റൊക്കെ ഫ്യൂസ് ചെയ്ത് സൈഗോട്ട് ഉണ്ടായി. സൈഗോട്ട് ഡെവലപ്പ് ചെയ്തിട്ട് എന്തായി മാറിയിട്ടുണ്ടായിരുന്നു? സ്പോറോഫൈറ്റ് ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. സ്പോറോഫൈറ്റ് എന്തായിരുന്നു? ഡിപ്ലോയിഡായിരുന്നു. 2N ആയിരുന്നു അല്ലേ? ഈ സ്പോറോഫൈറ്റിനും എന്തുണ്ട്? കുറച്ച് ഭാഗങ്ങളുണ്ട്. ഒരു സ്പോറോഫൈറ്റിൻ്റെ സ്ട്രക്ചർ നമ്മൾ നോക്കുകയാണെങ്കിലും കുറച്ച് ഭാഗങ്ങളുണ്ട്. ഏതാ ഭാഗങ്ങൾ? സീറ്റ, ക്യാപ്സ്യൂൾ എന്നൊക്കെ നമ്മൾ പറയും. ഓക്കെ, ഈ സ്റ്റെമ്മ് പോലത്തെ ഭാഗമാണ് എന്ത്? സീറ്റ. ഓക്കെ, സീതയല്ല, സീറ്റയാണ്. സീറ്റ. അതേപോലെ ഈ ഉണ്ടല്ലോ, ആ ഉണ്ടയാണ് നമ്മൾ വിളിക്കുന്നത് ക്യാപ്സ്യൂൾ. ഓക്കെ, ഓപ്പർക്യൂലം ഒന്നും നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് അല്ല, ജസ്റ്റ് ഒരു ഓപ്പണിംഗ് എന്നുള്ള അർത്ഥമാണ്, നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് അല്ല. സീറ്റ ആൻഡ് ക്യാപ്സ്യൂൾ എന്ത് ചെയ്യുക? അറിഞ്ഞിരിക്കുക. സോ സീറ്റ ഉണ്ട്, ക്യാപ്സ്യൂൾ ഉണ്ട്, സ്പോറോഫൈറ്റ് ഉണ്ട്. അപ്പോൾ സ്പോറോഫൈറ്റ് ഇസ് ഡിവൈഡഡ് ഇൻ ടു സീറ്റ ആൻഡ് ക്യാപ്സ്യൂൾ. സീതയല്ല, സീറ്റയാണ്. ഗാമറ്റോഫൈറ്റ് ഇസ് ഡിവൈഡഡ് ഇൻ ടു, നിങ്ങൾക്ക് ഓൾറെഡി അറിയാം അല്ലേ? ആരൊക്കെയാണ്? റൈസോയിഡ് ഉണ്ട്, പിന്നെ സ്റ്റെം ലൈക്ക് സ്ട്രക്ചേഴ്സ് ഉണ്ടാവും, അതേപോലെ തന്നെ ലീഫ് ലൈക്ക് സ്ട്രക്ചേഴ്സ് ഉണ്ടാവും. ഇതിനേക്കാൾ ബെറ്ററായിട്ട് എനിക്ക് ഈ ബ്രയോഫൈറ്റ്സിനെ എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ പറ്റത്തില്ല. ഇത് കുട്ടികൾക്ക് പൊതുവേ കൺഫ്യൂഷൻ വരുന്നൊരു ഏരിയയാണ്. ഈ പറഞ്ഞ എന്താ പറയുക, ഈ എന്താ ഗാമറ്റോഫൈറ്റ്, എന്താ സ്പോറോഫൈറ്റ്, ഇതൊന്നും ഒരു ധാരണ ഇല്ലാണ്ടാണ് പഠിക്കണം. ഗാമറ്റോഫൈറ്റ് എന്ന് പറഞ്ഞാൽ ഹാപ്ലോയിഡ്, സ്പോറോഫൈറ്റ് എന്ന് പറഞ്ഞാൽ ഡിപ്ലോയിഡ്, എന്തൊക്കെയോ പഠിച്ചു വയ്ക്കുക ബൈ ഹാർട്ടായിട്ട്. അങ്ങനെ പഠിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. ഇങ്ങനെ വേണം പഠിക്കാൻ. സംഭവം കത്തിയിട്ടില്ലെങ്കിൽ ഒന്നുകൂടെ കേട്ടാൽ മതി, കത്തും. ഓക്കെ, മാക്സിമം കത്താൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. സോ അത്രയേ ഉള്ളൂ. എന്തെന്ന് പറയുന്നത്? റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞത്. ബ്രയോഫൈറ്റിൻ്റെ റീപ്രൊഡക്ഷൻ എന്ത് ചെയ്തു? കഴിഞ്ഞു. ഇറ്റ്സ് ആസ് സിമ്പിൾ ആസ് ദാറ്റ്. ഇനി നമ്മൾ ഇവരെ കൊണ്ട് എന്താ ഗുണം നോക്കണ്ടേ? ആൽഗെ പറഞ്ഞപ്പോൾ നമ്മൾ ഇവരെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ യൂസസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൽഗേൻ്റെ അല്ലേ, കാർബൺ ഡയോക്സൈഡ് ഫിക്സേഷൻ ചെയ്യും, അതേപോലെ ഫുഡായിട്ട് നമ്മൾ യൂട്ടിലൈസ് ചെയ്യും, ഫുഡ് സപ്ലിമെൻറ്റ്സ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യും അല്ലേ. വേറെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു? ഹൈഡ്രോകൊളോയിഡ്സ് ഉണ്ടാക്കാൻ ഉപയോഗിക്കും, ആൽജിൻ, കാരഗീനൻ, അഗർ പറഞ്ഞ ഓർമ്മയില്ലേ? അതേപോലെ തന്നെ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ ഇവരെ ഇമ്പോർട്ടൻസ് നോക്കുന്നുണ്ട്. രണ്ട് രീതിയിലാണ് ഇമ്പോർട്ടൻസ് നോക്കുന്നത്. ഇവരെ എക്കണോമിക്, ഓക്കെ, പൈസ എങ്ങനെ നമുക്ക് ഇവരിൽ നിന്ന് ഉണ്ടാക്കാം. ഓക്കെ, നമുക്ക് ഹ്യൂമൻസിന് എന്ത് ബെനിഫിറ്റ് ഉണ്ട്, എക്കണോമിക്കലി എന്ത് ബെനിഫിറ്റ് ഉണ്ട് എന്ന് നമ്മൾ നോക്കും. അതേപോലെ തന്നെ എക്കോളജിക്കലി, അതായത് ഈ ഭൂമിക്ക് അല്ലെങ്കിൽ ഈ ഒരു എൻവിറോൺമെൻറ്റിന് എന്ത് ബെനിഫിറ്റ് ഉണ്ടെന്ന് നമ്മൾ എന്ത് ചെയ്യും? നോക്കും. അപ്പോൾ എക്കണോമിക് ഇമ്പോർട്ടൻസ്, അതായത് നമുക്ക് പൈസ എങ്ങനെ കിട്ടും എന്ന് നോക്കുകയാണെങ്കിൽ അധികം വഴിയൊന്നുമില്ല കേട്ടോ. നമുക്ക് ഈ പറഞ്ഞ ആൽഗയിൽ നിന്ന് കുറച്ചും കൂടെ വഴി ഉണ്ടായിരുന്നു. ഫുഡായിട്ട് ഉപയോഗിക്കായിരുന്നു, ഫുഡ് സപ്ലിമെൻറ്റ്സ് ആയിട്ട് ഉപയോഗിക്കായിരുന്നു, കുറച്ചും കൂടെ നമുക്ക് യൂസ്ഫുൾ ആയിരുന്നു അല്ലേ. പക്ഷേ ഇവിടെ എക്കണോമിക് ഇമ്പോർട്ടൻസ് പറഞ്ഞാൽ കാര്യമായിട്ടൊന്നുമില്ല. ജസ്റ്റ് ഒറ്റ ആളെ ഞാൻ പറഞ്ഞുതരാം, സ്പാഗ്നം. എന്താണ് സ്പാഗ്നം? ഈ ടേം അല്ല, ഈ ഒരു നെയിം പഠിക്കണം കേട്ടോ. നിങ്ങൾക്ക് അധികം പേരൊന്നും നിങ്ങൾക്ക് ബ്രയോഫൈറ്റ്സിൽ പഠിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ സ്പാഗ്നം എന്ന് പറയുന്നൊരു കഥാപാത്രമുണ്ട്. സ്പാഗ്നം എന്താണ്? ഇമ്പോർട്ടൻ്റ് ആണ്. സ്പാഗ്നം എന്ന് പറഞ്ഞൊരു മോസാണ്. ഓക്കെ, ഇത് സ്പാഗ്നം എന്താ ചെയ്യുക?
പീറ്റ് എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടാക്കും. അത് ബേസിക്കലി നമുക്ക് എന്തെങ്കിലും സംഭവങ്ങളൊക്കെ പാക്ക് ചെയ്ത് അയക്കണമെങ്കിൽ ഒരു പാക്കിംഗ് മെറ്റീരിയൽ, ഒരു ട്രാൻസ്ഷിപ്മെൻറ്റ്, ഒരു പാക്ക് ചെയ്യാനുള്ള മെറ്റീരിയലായിട്ട് ആര് ആക്ട് ചെയ്യും? ഈ പറഞ്ഞ സ്പാഗ്നം ആക്ട് ചെയ്യും. കാരണം സ്പാഗ്നത്തിൽ നിന്ന് കിട്ടുന്ന പീറ്റ് ആക്ട് ചെയ്യും. കാരണം എന്തുകൊണ്ടാ? ഈ പീറ്റ് എന്ന് പറയുന്നത് വെള്ളം റെസിസ്റ്റ് ചെയ്യും. സോ പൊതുവേ നമ്മളൊരു സാധനം പാക്ക് ചെയ്ത് അയക്കുമ്പോൾ അത് വഴിയിൽ മഴയൊക്കെ ഉണ്ടെങ്കിൽ മഴയത്ത് നനഞ്ഞു പോകാൻ പാടില്ലല്ലോ. സിംപ്ലി നിങ്ങൾ ആലോചിക്കും, മഴയത്ത് നനഞ്ഞു പോകാൻ പാടുണ്ടോ? ഇല്ലല്ലോ. സോ വാട്ടർ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും സാധനം വെച്ച് വേണ്ട നമ്മൾ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ പാക്കിംഗ് മെറ്റീരിയലായിട്ട് നമ്മൾ ആരെ യൂസ് ചെയ്യും? സ്പാഗ്നം യൂസ് ചെയ്യും. ഓക്കെ, ട്രാൻസ്ഷിപ്മെൻറ്റ് ഓഫ് ലിവിങ് മെറ്റീരിയൽ. നിങ്ങളുടെ ലിവിങ് മെറ്റീരിയൽസ് നമുക്ക് പാക്ക് ചെയ്ത് കൊണ്ടുപോകാനുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ പറഞ്ഞ സ്പാഗ്നം യൂസ് ചെയ്യും. അത് മാത്രമല്ല നമ്മൾ ഫ്യൂവലായിട്ടും യൂസ് ചെയ്യും. ഓക്കെ, ഫ്യൂവൽ എന്തായിട്ട് യൂസ് ചെയ്യും? ഫ്യൂവൽ. അപ്പോൾ സ്പാഗ്നത്തിൻ്റെ പ്രത്യേകത എന്താ? What is sphagnum known for? It's known for two things. ഒന്ന്, ഇറ്റ്സ് യൂസ്ഡ് ആസ് എ പാക്കിംഗ് മെറ്റീരിയൽ. കാരണം ഇതിന് വെള്ളം ഹോൾഡ് ചെയ്യാനുള്ള അല്ലെങ്കിൽ വെള്ളം റെസിസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്, അല്ലെങ്കിൽ ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതുകൊണ്ട് ഇതൊരു പാക്കിംഗ് മെറ്റീരിയലാണ്. അതേപോലെ ഇറ്റ്സ് ഓൾസോ എ ഫ്യൂവൽ. എന്താണ്? അതൊരു ഫ്യൂവലുമാണ്, ചെറിയ തോതിൽ. ഓക്കെ, നമ്മൾ പെട്രോൾ പോലെ ഒന്നല്ല, പക്ഷേ ഇറ്റ്സ് ഓൾസോ എ ഫ്യൂവൽ. ഓക്കെ, ഇത് രണ്ടും കത്തിയോ? ഇതാണ് എക്കണോമിക് ഇമ്പോർട്ടൻസ് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. പിന്നെ കുറച്ച് നമ്മൾ ഫുഡായിട്ടൊക്കെ ഉപയോഗിക്കും, നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ടല്ല, മെയിൻലി ബേർഡ്സിനൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്, വേറെ ആനിമൽസിനൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഫുഡായിട്ട് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഉപയോഗിക്കാം. അത് അത്ര വലിയ ഇമ്പോർട്ടൻസ് അല്ല. ഈ പീറ്റും സ്പാഗ്നം, പീറ്റ് മോസ് എന്നാണ് സ്പാഗ്നത്തിന് പറയാം. സ്പാഗ്നത്തിന് അതേപോലെ നമ്മൾ കോമൺ ആയിട്ട് വിളിക്കുന്ന പേരാണ് പീറ്റ് മോസ്. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യുക? അതും കൂടെ ആലോചിക്കുക. സ്പാഗ്നത്തിന് ഞാൻ കാണിച്ചു തരാം. ഇതാണ് സ്പാഗ്നം. ഓക്കെ, ഒന്ന് സൂം ചെയ്ത് നോക്കിക്കേ. എന്ത് ഭംഗിയല്ലേ സ്പാഗ്നം. ഇങ്ങനെയുള്ള സ്ട്രക്ചറല്ലേ സ്പാഗ്നത്തിനകത്തുള്ളത്. കുഞ്ഞതായിട്ട് കാണുമ്പോൾ. ഓക്കെ, എന്നാലും സ്പാഗ്നം ഉണ്ടെന്നുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം? ആലോചിക്കണം. സ്പാഗ്നത്തിന് ഞാൻ കാണിച്ചു തരുകയും ചെയ്തു, പുതിയ ആളല്ല, നിങ്ങൾക്ക് പരിചയമായി. ഇനി നമുക്ക് എക്കോളജിക്കൽ ഇമ്പോർട്ടൻസ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, എക്കോളജിക്കൽ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ എൻവിറോൺമെൻറ്റിന് എന്ത് ഉപയോഗമുള്ളത്? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളെ ഞാൻ പറഞ്ഞു, നമ്മളെ പ്ലാൻ സക്സഷൻ അല്ലേ. ഈ ഫസ്റ്റ് ഓർഗാനിസംസ് ടു കോളനൈസ് റോക്ക് എന്ന് പറഞ്ഞാൽ എന്താ? കോളനൈസ് റോക്ക് എന്ന് പറഞ്ഞാൽ എന്താ? കോളനൈസ് എന്ന് വെച്ചാൽ ഈ ബ്രിട്ടീഷുകാരുടെ കോളനി എന്നൊക്കെ നമ്മൾ പറയില്ലേ. കോളനൈസ് എന്ന് പറഞ്ഞാൽ എന്താ? മെയിൻലി റോക്കുകളുടെ മേലെ ജീവൻ്റെ ഒരു കോളനി കൊണ്ടുവന്നത് ആരാണ്? തുടക്കത്തിലൊക്കെ ഈ പറഞ്ഞ ആരാണ്? ബ്രയോഫൈറ്റ്സ് ആണ്, അല്ലെങ്കിൽ മോസുകളാണ് മെയിൻലി. ഇപ്പോൾ ബ്രയോഫൈറ്റ്സിലെ മോസസ് എന്ന് പറയുന്ന കഥാപാത്രമാണ് എന്ത് ചെയ്തിട്ടുള്ളത്? തുടക്കത്തിലൊക്കെ ഈ കാലിയായി കിടക്കുന്ന റോക്കിലൊക്കെ പ്ലാൻ സക്സഷൻ വഴി എന്ത് ചെയ്തത്? പ്ലാന്റ്സിൻ്റെ ഒരു കോളനിയൊക്കെ കൊണ്ടുവന്നത്. അതൊരു വലിയ ഇമ്പോർട്ടൻസ് അല്ലേ. അതേപോലെ അതെങ്ങനെയാണ് കൊണ്ടുവന്നത്? നമ്മളെ കല്ലുണ്ടാവില്ലേ, കല്ലിങ്ങനെ കട്ടിയായി കിടക്കുമായിരിക്കുമല്ലേ. അപ്പോൾ ഈ പറഞ്ഞ ആര്? ബ്രയോഫൈറ്റ്സ് ഇതിൻ്റെ മേലെ ഇങ്ങനെ ഒരു മാറ്റായിട്ട് ഫോം ചെയ്താൽ പതുക്കെ ഈ കല്ല് എന്ത് ചെയ്യും? ചെറുതായിട്ട് പൊട്ടും. അങ്ങനെ കല്ല് പൊട്ടി കല്ലെന്തായി മാറും? മണ്ണായി മാറും. അപ്പോൾ അങ്ങനെ മണ്ണിൻ്റെ ഒരു ലെയർ ഇവിടെ ഫോം ചെയ്യില്ലേ. ഇത് കല്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ എന്ത് ചെയ്തു? മണ്ണിൻ്റെ ലെയർ ഫോം ചെയ്തു. മണ്ണിൻ്റെ ലെയർ ഫോം ചെയ്ത് എന്ത് സംഭവിക്കും? കുറച്ചും കൂടെ വലിയ ചെടികൾക്കൊക്കെ കല്ലിൻ്റെ മേലെ ഒരു പ്ലാന്റിനൊക്കെ നിൽക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. റൂട്ടുകൾക്ക് എന്ത് ചെയ്യണം? കുറച്ചും കൂടെ ഡീപ്പായിട്ട് പോകാൻ മണ്ണ് വേണ്ടേ. സോ ഇങ്ങനെ കുറച്ച് മണ്ണ് ഇവന്മാർ ഫോം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ഇതിൻ്റെ അടുത്ത് വരുന്ന ടെറിഡോഫൈറ്റ്സിനും ജിംനോസ്പേംസിനും അതുപോലെ വലിയ വലിയ മരങ്ങൾക്കും എന്ത് ചെയ്യാൻ പറ്റും? ഇതിൻ്റെ മേലെ വളരാൻ പറ്റും. ശരിയല്ലേ? വളരാൻ പറ്റൂലേ. സോ മണ്ണ് വേണ്ടേ. അങ്ങനെ മണ്ണ് കല്ല് പൊട്ടിച്ച് മണ്ണാക്കിയത് ആരാടോ ഇതൊക്കെ ചെയ്തേ? നമ്മളെ ബ്രയോഫൈറ്റ് ആടോ ചെയ്തേ. അപ്പം എന്ത് ചെയ്തു? റോക്കുകളെ ഡീകമ്പോസ് ചെയ്ത് ഹയർ പ്ലാന്റ്സിന് വളരാൻ പറ്റിയ മണ്ണ് അല്ലെങ്കിൽ എൻവയോൺമെൻറ്റ് ആരുണ്ടാക്കി കൊടുത്തു? നമ്മുടെ ബ്രയോഫൈറ്റ്സ് ഉണ്ടാക്കി കൊടുത്തു. എന്ത് പൊളിയല്ലേ ബ്രയോഫൈറ്റ്സ്. പിന്നെ എന്താ ചെയ്തത്? ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു ഡെൻസ് മാറ്റ് ഫോം ചെയ്യും അല്ലേ. കല്ലിൻ്റെ മേലെ ഒരു വിരി പോലെ, ഒരു മാറ്റ് പോലെ ഇടും. സോ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യത്തില്ല? നിങ്ങൾക്കറിയാം, നിങ്ങൾ ഒരുപാട് കാലം ഒരു മാറ്റ് ഒരേ സ്ഥലത്തിട്ടാൽ പിന്നെ അത് പൊതിച്ച് നോക്കിയിട്ടെങ്കിൽ ചിലപ്പോൾ അവിടെ എന്ത് ചെയ്തിട്ടുണ്ടാകും? അവിടെ ഓൾറെഡി കുറച്ച് പൊടി ഉണ്ടെങ്കിൽ ആ പൊടി അവിടെ തന്നെ നിലനിൽക്കും. പൊടി എവിടെയും പോകത്തില്ല. കാരണം കുറച്ച് പൊടി ഇങ്ങനെ കിടക്കുക ഒരു സർഫസിനകത്ത്. നിങ്ങൾ അതിൻ്റെ മേലെ കൊണ്ടുപോയി മാറ്റ് ഇട്ടു, പിന്നെ കാറ്റടിച്ചാലും എന്ത് സംഭവിച്ചാലും പൊടി പോവോ? പൊടി അവിടെ തന്നെ കിടക്കില്ലേ. സോ അതേപോലെ തന്നെ ഇവിടെ പൊടിക്ക് പകരം മണ്ണാണെന്ന് കരുത്, സോയിലാണെന്ന് കരുത്. സോയിലിൻ്റെ മേലെ ഇതേപോലെ മാറ്റ് ഇങ്ങനെ ഫോം ചെയ്ത് കഴിഞ്ഞാൽ സോയിൽ എങ്ങോട്ടെങ്കിലും ഒലിച്ചു പോവോ? മഴ പെയ്താലും വെള്ളപ്പൊക്കം വന്നാലും സോയിൽ ഒലിച്ചു പോവോ? ഇല്ലല്ലോ. സോ സോയിൽ ഇറോഷൻ എന്ത് ചെയ്യും? പ്രിവെൻറ്റ് ചെയ്യും. സോ സോയിൽ ഇറോഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ കേപ്പബിലിറ്റി ഉള്ള ഒരു പ്ലാന്റ് ഏതാണ്? ബ്രയോഫൈറ്റ്സ് ആണ്. പ്ലാന്റ് ഗ്രൂപ്പ് ഏതാണ്? ബ്രയോഫൈറ്റ്സ് ആണ്. ഇത്രയും കാര്യം ക്ലിയർ ആയോ? അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത്, ഇതിൻ്റെ എക്കണോമിക്കും എക്കോളജിക്കൽ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. രണ്ട് ഇമ്പോർട്ടൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് ഇവരെ ക്ലാസിഫിക്കേഷനാണ് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ ആൽഗയിൽ പറഞ്ഞ പോലെ ക്ലോറോഫൈസിയ, ഫിയോഫൈസിയ, റോഡോഫൈസിയ അങ്ങനെ 3 ഗ്രൂപ്പൊന്നും ഇവിടെ പഠിക്കാനില്ല. ഇവിടെ 2 ഗ്രൂപ്പേ ഉള്ളൂ. ആരാത്? ഞാൻ ആദ്യം പറഞ്ഞിരുന്നു. ആരൊക്കെയാ? ലിവർവേർട്ടും മോസും. ആരൊക്കെയാ? ലിവർവേർട്സും മോസസും. മോസസും നിങ്ങളിപ്പോൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. പീറ്റ് മോസ്, അതേപോലെ മോസസും ലൈക്കഡും കൂടെ ചേർന്നിട്ടാണ് ഈ പറഞ്ഞ എക്കോളജിക്കൽ സക്സഷനൊക്കെ കൊണ്ടുവരുന്നതെന്നൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ അത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും. ഇനി ലിവർവേർട്സ് എന്താണെന്ന് അറിയണ്ടേ? അപ്പോൾ ലിവർവേർട്സും മോസസുമാണ് നമുക്ക് വരാൻ പോകുന്ന ക്ലാസിഫിക്കേഷൻ. ഓക്കെ, ഇവരെയാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. ഇവർ എക്സാമ്പിൾസ് നമ്മൾ പഠിക്കും. കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാനുണ്ട്, പക്ഷേ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. ഇത്രയും മനസ്സിലായിട്ടുണ്ടെങ്കിൽ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മളത് നെക്സ്റ്റ് വീഡിയോയിൽ എന്ത് ചെയ്യും? ഡിസ്കസ് ചെയ്യും. സോ ടിൽ ദെൻ ടേക്ക് കെയർ.